السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നതരായ ശൈഖുൽ മശായിഖ് ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളെ കൂടുതലായി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധമായ ശവ്വാൽ മാസം നമ്മുടെ ഈ മജ്ലിസ് ശൈഖുനയുമായി ബന്ധപ്പെട്ട മനാഖിബുകളും അവിടുത്തെ മഹത്വങ്ങളും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ആ നിലയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള സ്നേഹങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുവാനൊക്കെയുള്ള ഗുണപാഠങ്ങൾ നേടിയെടുക്കുവാനുള്ള മജ്ലിസാണ്. മുഅ്മിനീങ്ങളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരോടുള്ളൊരു ബന്ധവും ആ സഹവാസ ജീവിതവും. നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പരമപ്രധാനം. നമ്മുടെ ഈമാനും ഹിദായത്തും അതെല്ലാം അതിൻ്റെ അടിസ്ഥാന വിഷയം തന്നെ അള്ളാഹുവിൻ്റെ ആളുകളോടുള്ള ബന്ധമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേ ആളുകൾ പഠിച്ചു വെച്ചതും പഠിപ്പിക്കുന്നതും എന്താണ്? എന്തൊക്കെയോ കുറേ വിഷയങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹികമായ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട ഉത്തമമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടാവും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ലഹരി അതിൻ്റെ വ്യാപനം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വലിയൊരു പ്രയാസമുള്ള സംഭവമാണത്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ആ നോർമൽ കള്ള്, അതേതൊരു കള്ളു ഷാപ്പ് ഉണ്ടാവും. ഇനി അത് കുടിച്ച ആളെ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ചെയ്യും. അപ്പം ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കുവാനും ബാക്കി കർമ്മങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എളുപ്പമാണ്. പക്ഷെ പുതിയ ലഹരി പദാർത്ഥങ്ങൾ അതാരും ഉപയോഗിച്ചു എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പെട്ടെന്ന് ഇങ്ങോട്ട് അറ്റാക്ക് എടുക്കും പോലെ ചാടുകയാണ്. നമ്മുടെ സ്കൂൾ തലങ്ങളിൽ ഇത് വളരെയധികം വ്യാപിച്ചുപോയി.
ഇപ്പം നമ്മുടെ കൂട്ടുകാരായ ചില രക്ഷിതാക്കളൊക്കെ അവരെ വിദ്യാർത്ഥികളെ പല സ്കൂളിൽ നിന്നും മാറ്റി. കാരണം സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ബെഞ്ചിലിരിക്കുന്ന പല വിദ്യാർത്ഥികളുടെ കയ്യിലും ഈ സംഭവങ്ങളാണ്. ഒരു ഭീതി വ്യാപിച്ച അവസ്ഥ. നല്ല ശ്രദ്ധ വേണം, നല്ല കാവലുണ്ടാവണം. അതിനെ എല്ലാവരും വിമർശിക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, എല്ലാവരോടും നല്ലതുപോലെ പെരുമാറണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ, ഇതൊക്കെ എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്നതാണ്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പിന്നെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായ ചില കർമ്മങ്ങളുണ്ടാവും. നിസ്കാരം, നോമ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ. പക്ഷെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം, ഇതാണോ ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ ആകത്തുക? അല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതിയ ചില മുസ്ലിമീങ്ങൾ പറയല്ലോ. എന്ത് മുസ്ലിമാണ്? എക്സ് മുസ്ലിം, ഡബ്ല്യു മുസ്ലിം, ഇങ്ങനെ പല മുസ്ലിമീങ്ങളുമാണ്. അതുകൊണ്ട് എക്സ് മുസ്ലിം എന്നാണ് പറയുന്നത്. ഇസ്ലാമിലേക്ക് ചേർത്തിട്ടാണ് അവരും പറയപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും അവരും ഉൾക്കൊള്ളും. പക്ഷേ ഇസ്ലാം എന്നതിൻ്റെ അടിസ്ഥാനം, അത് ഈമാൻ കാര്യമായാലും ഇസ്ലാം കാര്യമായാലും അതിൻ്റെയൊക്കെ അടിത്തറ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കണം. ആരിലൂടെ? അല്ലാഹു നിശ്ചയിച്ചു തന്ന അവൻ്റെ ദൂതന്മാരിലൂടെ അല്ലാഹുവിനെ വിശ്വസിക്കണം. ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണം. ആ റസൂലുള്ളാഹിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ ചില ആളുകൾക്ക് ഖുർആനൊക്കെ പറ്റുമല്ലോ. നമ്മളെ നാട്ടിലില്ല പുത്തനവാദികൾ, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് എന്നൊക്കെ അവർ പറയും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പല വിഷയങ്ങളും അവർക്ക് സ്വീകാര്യമാണ്. അതിവിടെ അമുസ്ലിമീങ്ങളായ പല ആളുകൾക്കും സ്വീകാര്യമാണല്ലോ. നമ്മൾ പറയില്ലേ, ഡോക്ടർ ബർണാഡ് ഷാ പറഞ്ഞു, അംബേദ്കർ പറഞ്ഞു എന്നൊക്കെ പറയാറില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതെല്ലാം തത്വങ്ങളാണ്, പുണ്യങ്ങളാണ്. ആ തത്വങ്ങളെ മാത്രം ഉൾക്കൊണ്ടത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്ന ദാത്തു ശരീഫും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും, അതാണ് മർമ്മം. അത് ഉൾക്കൊള്ളാതെ ആശയങ്ങൾ മാത്രം ഉൾക്കൊണ്ടത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ റസൂലുള്ളാഹിനെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ ഭാഗമാണ്, മർമ്മമാണ് മുത്തുനബിയുടെ അനന്തരക്കാരായി ഖിയാമം വരെ കടന്നു വരുന്ന അള്ളാഹുവിൻ്റെ മശായിഖന്മാർ, ഔലിയാക്കൾ, അവരിലുള്ള വിശ്വാസം, അവരോടുള്ള അടുപ്പവും സ്നേഹവും ബന്ധങ്ങളും. അതുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ അവൻ മുഅ്മിനാകുന്നുള്ളൂ, മുസ്ലിമാകുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ വിശിഷ്യ നമ്മുടെ കേരളത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ 1921 ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഇപ്പൊ ചില ആധുനിക സമസ്തക്കാർ മനസ്സിലാക്കിയതുപോലെ വീൽ ചെയർ ഉന്താനല്ല, കിണർ കുത്തി കൊടുക്കാനല്ല. അതൊക്കെ ചെയ്യേണ്ടതാണ്. അതിവിടെ എല്ലാവരും ചെയ്യുന്നു, ചെയ്യുകയും വേണം. അത് ഏതോ ചിലൊരു ക്യാമ്പയിൻ മാത്രമാക്കരുത്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ലേ, ചുറ്റുഭാഗം നിരീക്ഷിച്ചുകൊണ്ട് ജീവിക്കണം മുഅ്മിൻ. അയൽവാസി പട്ടിണിയാണോ? കൂട്ടുകാരൻ രോഗത്തിലാണോ? ഇതൊക്കെ ഇവിടെ കാലാകാലങ്ങൾ നടന്നു പോരുന്നില്ലേ? അതിലിവിടെ ആർക്കും തർക്കമില്ല. KM മൗലവി പറഞ്ഞിട്ടുണ്ടോ വീൽ ചെയർ ഉണ്ടാൻ പാടില്ല എന്ന്? വാട്ടർ ബെഡ് കൊടുക്കണ്ടെന്ന് MCC അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞിട്ടില്ല. അങ്ങനെ വാദം ഇവിടല്ല. പിന്നെ അവരുമായി ആ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അവർ മോശമാക്കി. ഹബീബരായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ അവർ ചോദ്യം ചെയ്തു.
ശരിക്ക് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ കേരളത്തിൽ സുന്നികളായി എന്ന് മാത്രമല്ല, നമ്മുടെ കാപ്പുമുർസ്താഖ് പറയും സുസുന്നി, അങ്ങനെ പറയപ്പെട്ട ചില ആളുകൾ, തീവ്ര സുന്നികളായി പറയപ്പെട്ട ആളുകൾ പോലും പേരിൽ സുന്നിയായി ആദ്യകാലത്തെ വഹാബികൾ പറഞ്ഞ ആശയം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ മശായിഖന്മാരെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്, അത് ബോധ്യപ്പെടുത്താനാണ് സമസ്ത രൂപീകരിച്ചത്. മുഹീദ്ദീൻമാരെ പരിഹസിക്കരുത്, തള്ളരുത്, കളവാക്കരുത്, അത് പറയാനാ സമസ്ത ഉണ്ടാക്കി. KM മൗലവി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്ന ആളായിരുന്നില്ലേ? നിസ്കരിക്കാറുണ്ടല്ലോ, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള കലിമത്തു ഷഹാദത്തിന്റെ രണ്ടാമത്തെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ റസൂലുള്ളാഹിന്റെ അനന്തരക്കാരായ മശായിഖന്മാരെ വിശ്വസിക്കലും ഉൾക്കൊള്ളലും. ജീലാനി തങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ നമ്മുടെ മുൻകാല പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല, മുബ്തദീങ്ങളാണ്. നോക്കണം, വേറെ എന്തെല്ലാമോ ഉണ്ടായിട്ട് കാര്യമില്ല, കാര്യം ഇത് ഗൗരവമാണ്. നമ്മളിപ്പോൾ പ്രത്യേകമായി അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുന മടവൂര് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവനെ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാത്ത ഒരു സുന്നി എന്നത് സുന്നിയാകുമോ കൂട്ടുകാരെ? ഇതാണ് സുന്നികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ചില ആളുകളൊക്കെ കറങ്ങുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഈ അടുത്ത് ഒരു മൗലവിയുടെ പ്രസംഗം ഞാൻ കേട്ടു. മുജാഹിദ് മൗലവി അല്ല, നിലവിൽ പരസ്യത്തിൽ, ആന്തരികമായൊക്കെ അത് അങ്ങനെയാണ്. കുറ്റ്യാടി അബ്ദുറഹ്മാൻ മൗലവി, അയാളെ പ്രസംഗം എന്താ അറിയോ? അയാൾക്ക് ഇങ്ങനെ ഒരു അലർജി. മശായിഖന്മാരുടെ വേദികളിൽ ഒരു മഹാന്റെ ഉറൂസിൽ എല്ലാവരും കാണാം ആ മഹാനെക്കുറിച്ച് ഇങ്ങനെ പറയണത്. ഇയാൾ പ്രസംഗിക്കുകയാണ്, ക്ലിപ്പൊക്കെ നിങ്ങളൊക്കെ കേട്ടതാണ്. അയാൾ പറയാ, മഹാന്മാരെ ഉറൂസിൽ ആ മഹാനെക്കുറിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ അയാളുമായി ബന്ധപ്പെട്ട സംസാരമാണ്. ജനങ്ങൾക്ക് വിജ്ഞാനമൊന്നും കൊടുക്കുന്നില്ല, ഇത് ശരിയല്ല. ഇയാൾ നോക്കൂ നിങ്ങൾ, ഒരു അസുഖം ഉള്ളിലുള്ളത് പുകഞ്ഞിങ്ങനെ പുറത്തു ചാടുകയാണ്. ഈ ലോകത്തുള്ള സർവ്വ വിജ്ഞാനങ്ങളും സയ്യിദുൽ വജൂദ് ത്വാഹ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലൂദിലാണുള്ളത്. റസൂലുള്ളാഹി എന്നുള്ള ആ വ്യക്തി, ആ റസൂലുള്ളാഹിന്റെ മനാക്കിബുകളും മഹത്വങ്ങളും പറയുക വഴിയല്ലേ ഈ ലോകത്തുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും ഉള്ളത്. ഇവരെന്താ മനസ്സിലാക്കിയത്? ഒരു മഹാനുമായി ബന്ധപ്പെട്ട റൂസുകളും ചർച്ചകളും ഉണ്ടാകുമ്പോൾ ആ മഹാനെക്കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് വിജ്ഞാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കിയ വിജ്ഞാനം എന്താണ്? നമ്മൾ ആ മഹാന്മാരുടെ സ്വഭാവങ്ങൾ അത്തരം വേദികളിൽ ചർച്ച ചെയ്യും. അവര് ജീവികളോട് കാണിച്ച കാരുണ്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം വിജ്ഞാനമല്ലേ? അത് കേട്ടിട്ടല്ലേ ഇപ്പൊ ഷെയ്ഖുന മടവൂരിന്റെ മനാക്കിബുകൾ നമ്മൾ പറയുമ്പോൾ അവിടുത്തെ ആ സ്വഭാവ മഹിമ കേട്ടിട്ടാണ് ആളുകൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന സ്വഭാവ മഹിമ പഠിക്കുന്നത്. ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ വഴിയാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അമ്പിയാ ഔലിയാക്കളെ ഉൾക്കൊള്ളാതെ എന്തെയോ ചില ആശയങ്ങൾ മാത്രം പേറി നടക്കലല്ല. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ലോകത്തുള്ള വലിയ അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ആയാത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പലർക്കുമുള്ള ആയത്തുകൾ എന്താണ്? എവറസ്റ്റ് കൊടുമുടി അള്ളാഹു ഇവിടെ വെച്ച വലിയ ആയത്താകുന്നു, അത്ഭുതമാകുന്നു, തെളിവാകുന്നു, ദൃഷ്ടാന്തമാകുന്നു. ആകാശഭൂമികൾ, കടൽ, മഴ,
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളെല്ലാം മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളാണ്, സംശയമില്ല. പക്ഷെ ചിലർക്ക് അത് മാത്രമേ ആയത്താകുന്നുള്ളൂ. അങ്ങനെയല്ല. ലോകത്ത് വന്ന ആയത്തുകളിൽ ഏറ്റവും വലിയ ആയത്ത് സയ്യിദുൽ വറാ ത്വാഹ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാണ്. നോക്കൂ നിങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും അവിടുത്തെ ഉമ്മയായ മറിയം ബീവി അലൈഹിസ്സലാം അവരെ കുറിച്ചും വിശുദ്ധമായ ഖുർആൻ പറയുന്നില്ല, വല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹാ മിൻ റൂഹിനാ വജഅൽനാഹാ വബ്നഹാ ആയത്തൻ ലിൽ ആലമീൻ. ബീവി മറിയം എന്നവരെയും വബ്നഹ മറിയം എന്നവരുടെ പുത്രൻ ഈസ എന്നവരെയും നമ്മൾ ലോകർക്ക് നിശ്ചയിച്ചു. എന്താക്കി നിശ്ചയിച്ചു? ആയത്തൻ ലിൽ ആലമീൻ, ലോകർക്കുള്ള വലിയ ദൃഷ്ടാന്തമായി, അത്ഭുതമായി, തെളിവിന്റെ കേന്ദ്രമായി, അടയാളമായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു വിശുദ്ധമായ ഖുർആൻ. അപ്പം മറിയം ബീവി ലോകത്ത് അല്ലാഹ് നിശ്ചയിച്ച ഒരു ആയത്താണ്. കൊടുമുടിയും മലയും കടലും മാത്രമല്ല ആയത്ത്. ഈസാ നബി ലോകത്ത് അല്ലാഹു നിശ്ചയിച്ച ഒരു ആയത്താകുന്നു. നമ്മുടെ കാലത്ത് നമ്മൾ കണ്ട ആയത്തുകളിൽ ഉന്നതമായ ആയത്താണ് മഹാനരായ ഖുത്ബുൽ ആലം ശൈഖുനാ മടവൂര് ആയത്തുല്ലാഹിൽ കുബ്ര ആയി നാം കണ്ടോവർ. അല്ലാഹുവിന്റെ റസൂലാണ് ഈ ലോകത്ത് വന്ന ഏറ്റവും വലിയ ആയത്ത്. ഇത് ആയത്താണ് എന്നുള്ള ബോധം നമുക്ക് മനസ്സിലാകണം. ഖുർആന്റെ ആയത്ത് ആ ആയത്തല്ല പറയുന്നത്. ലോകത്ത് അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അള്ളാഹുവിനോടുള്ള മഹബത്ത് ബോധ്യപ്പെടുത്തുവാനും അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കണ്ണു തുറക്കുവാനും ഇവിടെ അള്ളാഹു നിശ്ചയിക്കുന്ന ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, രേഖകൾ, തെളിവുകൾ, അതിൽ അത്യുന്നതമാണ് അമ്പിയാക്കളും മശായിഖന്മാരും. അതാണ് വജഅൽനാഹാ വബ്നഹാ ആയത്തൻ ലിൽ ആലമീൻ. അങ്ങനെയുള്ള ആ ആയത്തുകൾ ഉണ്ടാകുമ്പോൾ എന്തു വേണം? ആ ആയത്തുകളെ വേണ്ട വിധം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും മൗലിയാക്കളും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ശരിയാം വിധം അവരെ വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മൾക്ക് കഴിയണം. അത് കഴിയുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതിന് ഭാഗ്യം ലഭിക്കാതെ പോകുന്നവർ അവർ വലിയ നാശം പിടിച്ചവരാണ്, പരാജയമുള്ളവരാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ നമ്മൾ ഓതുന്നില്ലേ? മറ്റു സൂറത്തുകളിലും കാണാം വമാ തഅതീഹിം മിൻ ആയത്തിൻ. എല്ലാവരും ഓതല്ലേ? വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅരിദീൻ. കണ്ടോ? പരാജയം ബാധിച്ച ആളുകളുടെ സ്വഭാവം എന്താണ്? അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആയത്തുകൾ എത്തിയാൽ അവരത് സ്വീകരിക്കൂല. ഇല്ലാ കാനൂ അൻഹാ മുഅരിദീൻ, അവരതിനെ തൊട്ട് തിരിഞ്ഞു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ തൊട്ട്, അഥവാ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും മശായിഖന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന അള്ളാഹുവിൻ്റെ ആയത്തുകളായി കടന്നു വരുന്ന മഹാരഥന്മാർ, അമ്പിയാക്കളും ഔലിയാക്കളും, അവർ ലോകത്തിലേക്ക് കടന്നു വന്നാൽ അവരെ സ്വീകരിക്കേണ്ടതിന് പകരം അവർക്ക് എതിരായി തിരിയുന്ന ആളുകൾ അവർ ഏറ്റവും വലിയ പരാജിതരാണെന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിൽ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആയത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അവന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും കുറിച്ച് പറയുന്നു. ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. സൂറത്തു യാസീൻ നമ്മൾ എന്ന് ഓതുന്നവരാണല്ലോ. അതിൽ അള്ളാഹു പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ ആയത്തുകൾ വന്നാൽ അവരെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളണം, സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കണം. അവരാണ് മുഅ്മിനീങ്ങൾ. അതല്ലാത്ത ആളുകളോ കാനു അൻഹാ മുഅരിദീൻ,
അതിനെ തൊട്ട് മുഖം തിരിച്ച ആളുകൾ. നോക്ക്, ഏതുപോലെ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ആയത്തായി കടന്നു വന്നു. മക്കയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ തന്നെ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകം എന്നതെല്ലാത്തിനും കാരണമാണ് ഷഫീഉനാ റസൂലുള്ളാഹ്. ആ അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആളുകൾ അവരാണ് മുഅ്മിനീങ്ങൾ. അതേസമയം മക്കയിൽ കുറെ ആളുകൾ റസൂലി എന്നുള്ള ആ ആയത്തിൽ നിന്നും എന്ത് ചെയ്തു? അവര് തിരിഞ്ഞു കളഞ്ഞു, അവർ മുഖം തിരിച്ചു കളഞ്ഞു. റസൂലുള്ളാഹിനെ അവർ പരിഗണിച്ചില്ല. മാത്രമല്ല, അവർ കളിയാക്കി, പരിഹസിച്ചു, മോശമാക്കിക്കൊണ്ടിരുന്നു. അള്ളാഹു അവരിലേക്ക് എന്നല്ല, ലോകത്തിലേക്ക് തന്നെ വലിയ ആയത്തായി നിശ്ചയിച്ചു തന്ന സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലിനെ അവർ സ്വീകരിച്ചില്ല. കുറഞ്ഞ ആളുകൾക്ക് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടി. മഹാനരായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ സ്വഹാബാക്കൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ ആയത്തായി കടന്നു വന്ന ആ വലിയ ദാത്തു ഷരീഫിനെ എല്ലാ അർത്ഥത്തിലും അവർ ഉൾക്കൊണ്ടു. അവരാണ് ലോകത്തെന്ന് മുഅ്മിനീങ്ങൾ, എന്നും മുഅ്മിനീങ്ങൾ. ശേഷം നോക്കുക, റസൂലുള്ളാഹിന്റെ അനന്തരക്കായി ഖിയാമത്ത് നാൾ വരെ പല മഹാന്മാരും വരുന്നു. അതിന്റെ ഭാഗമായി ബഗ്ദാദിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ബഹുമാനപ്പെട്ടവർ വന്നു. നാഗൂരിൽ ഖുതുബുൽ മജീദ് അബ്ദുൽ ഷാഹുൽ ഹമീദുൻ നാഹൂരി, നമ്മുടെ മമ്പുറത്ത് ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി. ഇതെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാകുന്നു. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ആ ബന്ധങ്ങളും സ്നേഹങ്ങളും നടപ്പിലാക്കുവാൻ ലോകർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കേന്ദ്രങ്ങൾ. മമ്പുറം ഖുതുബുസ്സമാൻ തങ്ങൾ വന്നു. ഇനി ആ സമയത്ത് അത് അവർ വിരലോടുകൂടി അവിടെയാണ് ഈമാന്റെയും ഇസ്ലാമിൻ്റെയും വഴി വേർതിരിയുന്നത്. ഖുതുബുസ്സമാൻ തങ്ങൾ മമ്പുറത്തെത്തുമ്പോൾ കേരളത്തിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, സാദാത്യങ്ങളുണ്ട്. പക്ഷെ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ അംഗീകരിക്കാത്തവൻ പിന്നെ അവൻ തലപ്പാവ് ധരിച്ച് കാളിയായി എന്തൊക്കെ ആയി നാട്ടിൽ വിലസിയാലും ഇസ്ലാമിന്റെ യഥാർത്ഥ പട്ടികയിൽ അവർ ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു നിശ്ചയിച്ച ആയത്താകുന്ന മമ്പുറം തങ്ങൾ ആ മഹാനെ അതിനെ തൊട്ട് മുഅരിളായി അതിനോട് മുഖം തിരിച്ചാൽ ഖുർആൻ പറയുന്നത് അവർ ഇസ്ലാമിലില്ല, വിശ്വാസികളുടെ പട്ടികയിലില്ല. മമ്പുറം തങ്ങളെന്ന് പല ആളുകളും നിഷേധിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിലുള്ള പല പണ്ഡിതന്മാരും വിമർശിച്ചതുപോലെ നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള പല പണ്ഡിതന്മാർ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ അളക്കാൻ, അവരെ എതിർക്കുവാനും രംഗത്ത് വന്നു. നമ്മൾ ചരിത്രം കേട്ടതാണ്. വെളിയങ്കോട് ഉമർ ഖാദി മമ്പുറം തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നതാണ്. അതാണല്ലോ പഠിച്ച കിതാബ് കൊണ്ടുള്ള ആദ്യത്തെ ചില പിഴവുകൾ. ആ കിതാബിന്റെ വിജ്ഞാനമാണ്, ഇതാണ് ദീനിന്റെ ഭണ്ഡാരം, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള ധാരണകൾ. ഖുതുബുസ്സമാനെ പരിശോധിക്കാനാണ് ഉമർ ഖാദി. പിടിച്ചില്ലേ മമ്പുറം തങ്ങൾ? ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമോ, ഇതാണ് വലിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്നാണ് പഠിച്ചു വെക്കുന്നത്. അത് മാനദണ്ഡമല്ല. നമ്മളൊരു മഹാനോടെന്തോ ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ വലിയാണോ അല്ലേ എന്ന് വേർതിരിക്കുവാനുള്ള മാനദണ്ഡം ഒരിക്കലുമല്ലത്. മമ്പുറം തങ്ങളെ ഉത്തരം മുട്ടിക്കാനുള്ള ചില ചോദ്യങ്ങളായി ഉമർ ഖാദിയല്ലേ, ചൂടുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷേ ചോദ്യം ചോദിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ സിസ്റ്റം ഓണാക്കാൻ നോക്കുമ്പോൾ ഫയലൊന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല. എല്ലാ ചിപ്പും മമ്പുറം തങ്ങൾ ഊരി വെച്ചു.
അലിഫ് ബ എന്ന അറബി അക്ഷരം പോലും കിട്ടാത്ത ഗതി വന്നു. തളച്ചിട്ടു. അവിടെ മമ്പുറം തങ്ങളെ മുമ്പിൽ മാപ്പ് ചോദിച്ചു. അത് വലിയൊരു തൗഫീഖായി. ബഹുമാനപ്പെട്ട ഉമർ ഖാദി 7 ദിവസം അവിടെ നിർത്തി. രണ്ടാമത് അലിഫ് ബ മമ്പുറം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇൽമിനെ നന്നാക്കി തിരിച്ചു കൊടുത്തു. നോക്കൂ, അതോടുകൂടി ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ആ ഹളറത്തിനെ അംഗീകരിച്ചതോടുകൂടി ഉമർ ഖാദി പിന്നീട് വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തി. അവിടെ മുതലാണ് അവരുടെ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഘട്ടം ഉദിച്ചുയരുന്നത്. അതേസമയം മമ്പുറം തങ്ങളെ പല ആളുകളും വന്ന് നിഷേധിച്ചു. അവർ പേരിൽ അന്നും ഇന്നും മുസ്ലിയാക്കന്മാരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതെന്താണ്? വല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. കിതാബിന്റെ വിവരമുള്ള ഒരുപാട് കാഫിറുകൾ കണ്ടോ. എന്തുകൊണ്ട് അവർ കാഫിറായി? കിതാബിന്റെ വിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടല്ല, അള്ളാഹു നിശ്ചയിക്കുന്ന ആളുകളെ അവർ സ്വീകരിച്ചില്ല എന്നതുകൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ മലബാറിൽ ഇവിടെ കടന്നു വന്ന മശായിഖന്മാരിൽ ഉന്നതമായ പദവിയിലുള്ളവരാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ശൈഖുൽ മശായിഖ് ശൈഖുന മടവൂര് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എത്ര വലിയ ഭാഗ്യമാണ് നമ്മുടെ ഈ മലബാറുകാർക്ക് അല്ലാഹു ചെയ്തത്. ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ ഉണ്ടായി എന്നത് ലോകത്ത് മക്കൾക്ക് ലഭിച്ച വലിയ മഹത്വമല്ലേ? നിസ്സാര കാര്യമാണോ അത്? ചെറിയ കാര്യമല്ല. മദീനയിൽ ഹബീബായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ആ പൂമേനി തട്ടിക്കിടക്കുന്ന മണ്ണ് ഇന്നും മദീനയിലാണ്. മദീനയുടെ ഭാഗ്യം എത്ര വലുതാണ്! കാരണം അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദാത്തു ഷരീഫ് അതിനെ താലോലിച്ച് തൊട്ടിലിയായി കിടക്കുകയാണ് മദീന മുനവ്വറ സയ്യിദുൽ വറ ത്വാഹ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ മജ്ലിസുകൾ അതിനാണ്. ഓരോ സദസ്സിൽ നിന്നും ഇതിൻ്റെ ആശയങ്ങളും ഗൗരവങ്ങളും ഉൾക്കൊണ്ട് ഈമാനികമായിട്ടുള്ള മുന്നേറ്റത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ നമുക്ക് കഴിയണം. ഓരോ സമയത്തും ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം ശക്തമായി നടപ്പിലാക്കാൻ കഴിയൂ. ഉൾക്കൊള്ളേണ്ടേ നമ്മൾ. അല്ലാഹുവിൻ്റെ റസൂൽ വന്ന ആ കാലഘട്ടം എത്ര മനോഹരം, എത്ര വലിയ സന്തോഷത്തിൻ്റെ നാളുകൾ. അതുപോലെ തന്നെ സുവർണകാലം ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ വലിയ സന്തോഷത്തിന്റെ വലിയൊരു അനുഗ്രഹത്തിന്റെ കാലഘട്ടമല്ലേ ഖുതുബുൽ ആലം ശൈഖുന മടവൂര് നമുക്കിടയിൽ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം. ആരായിരുന്നു? അല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ദാത്തു ഷരീഫ്. ലോകത്തൊരുപാട് ജനങ്ങളുണ്ട്, കോടാനക്കോടി സൃഷ്ടികളുണ്ട്. പക്ഷേ ആ സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ അവരുടെ കേൾവിയും കാഴ്ചയും എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അല്ല തന്നെ പറഞ്ഞ് സ്ഥിരപ്പെട്ട ഖുദുസിയായ ദാത്തുകൾ, അതിന്റെ സ്ഥാനം അത്രയാണ്. അതല്ലേ ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. നിങ്ങൾക്കിടയിൽ ഞാൻ മനുഷ്യനാണ്, നിങ്ങൾക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്. പക്ഷേ എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, എന്നോട് അല്ലാഹു ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. ആ നിലയിൽ അല്ലാഹുവിൻ്റെ ബന്ധങ്ങളും മഹബ്ബത്തിൻ്റെയും എല്ലാം മൽഹറായി അതെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ആയത്തായി, വലിയൊരു കേന്ദ്രമായിരുന്നു ഖുതുബുൽ ആലം ശൈഖുന മടവൂര്. ചെറിയ സ്ഥാനമല്ലല്ലോ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലോകത്ത് പലരുണ്ട്. പക്ഷെ അവർക്കിടയിൽ തിൽക്കർ റുസുലു ഫളൽനാ ബഅദുഹും അലാ ബഅദ്. ചിലരെ അല്ലാഹു അത്യുന്നതമായ പദവികൾ കൊണ്ട് ബഹുമാനിക്കുന്നു. അവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ അല്ലാഹു അവർക്ക് നൽകുന്നു. ആ സ്ഥാനം പറയാൻ ലോകരോട് കൽപ്പിക്കുന്നു. അത് അവർ ഏറ്റു പറയുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ വലിയ വലിയ മഹത്വങ്ങൾ അവിടുത്തെ മിമ്പറിൽ വെച്ചും അല്ലാതെയും സംസാരിച്ചവരായിരുന്നല്ലോ ഖുതുബുൽ അഖ്താബ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി.
എല്ലാ ഔലിയാക്കളും അങ്ങനെ പറയുന്നവരല്ല, എല്ലാവരും ആ പദവിയിലുള്ളവരല്ല. അതേസമയം മഹാനരായ ഖുതുബുൽ ആലം ശൈഖുന മടവൂര്, നമ്മുടെ മലബാറിലുള്ള ഔലിയാക്കളുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ബാഹ്യമായിട്ട് അറിയപ്പെട്ട ചരിത്രം തന്നെ. ഒരുപാട് മഹാന്മാർ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. വേങ്ങര വലിയുള്ളാഹി കോയപ്പാപ്പ വലിയ റുത്ബയുള്ള ആളായിരുന്നു, മഹാനായിരുന്നു. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാര്, കണ്യാല മൗല, അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ. ആ മഹാന്മാർക്കിടയിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളും അധികാര പദവികളും എല്ലാം വളരെ പ്രകടമായ അവസ്ഥയിൽ ശൈഖുന തന്നെ പറഞ്ഞു, അന ഖുതുബുൽ ആലം. മടവൂരിൽ ഈ ശവ്വാൽ മാസം എല്ലാവരും സിയാറത്തിന് പോകുന്നു. മുഹിബ്ബീങ്ങളുടെ മനസ്സെല്ലാം മടവൂരിലാണ്. അവർ ശൈഖുനായെ മറക്കുന്ന സമയമില്ല. ശൈഖുനയെ ഓർക്കൽ വലിയ ഇബാദത്താണ്. ശൈഖുന മടവൂർ എന്നുള്ള പ്രയോഗം ഒരു നാടിന്റെ പേര് മുമ്പ് സ്ഥിരപ്പെട്ടതെങ്കിലും ശൈഖുനായുടെ ഇസ്മിലായി മടവൂർ എന്ന നാമം പറയുമ്പോൾ അതൊരു മുബാറക്കായിട്ടുള്ള ദിക്റാണ്, ഇബാദത്താണ്. അവർ ഓർത്തുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുക. അത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹു അതിൽ ഏറ്റവും സന്തോഷത്തിൽ കാണുന്ന അമലാണ്. ആ മടവൂരിൽ തൻ്റെ ശൈഖുനായുടെ ഖബറുള്ള സ്ഥലം, അവിടെ വന്നിട്ടല്ലേ ശൈഖുന പറഞ്ഞത്, ഹാഹുന ഖബ്റു ഖുതുബിൽ ആലം ഹാഹുന ഖബ്രി. ഇവിടെയാണ് എൻ്റെ ഖബർ, ഖുതുബുൽ ആലം എന്ന എൻ്റെ ഖബർ ഇവിടെയാണ്. ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മൂപ്പന്റെ വീട്ടിൽ, അവിടുത്തെ ആ വീടിൽ, നമുക്കത് ബാഹ്യമായിട്ടൊരു വീടാണെങ്കിലും ലോകത്ത് ഖുദുസിയായ ദർബാറുകളാണത്. ചരിത്രം കൊണ്ട് പരിശോധിച്ചാൽ ഒരു പക്ഷേ മൂപ്പന്റെ വീടിന്റെ അത്ര വലിപ്പമല്ലല്ലോ അള്ളാഹുവിന്റെ റസൂല് അന്ന് മദീനയിൽ താമസിച്ച വീട്. ഉണ്ടോ? ഇല്ല. പക്ഷേ മദീനയിൽ റസൂലുള്ളാഹിന്റെ ആ കൊച്ചു വീട്, ആ വീട് ഹുജ്റത്തു ഷരീഫ്, ആ ചെറിയ വീട് ബാഹ്യ നോട്ടത്തിൽ നമുക്കതൊരു ചെറിയ വീടാണെങ്കിലും അത് ബൈത്തുള്ളയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള അൻവാറിന്റെ എല്ലാ വാരിദാത്തുകളും പെയ്തിറങ്ങിയ ഒരു സങ്കേതമാണ് ഹബീബായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വീട്. ശൈഖുന തങ്ങിയ ഓരോ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ വൈലത്തൂരും ഇതിൻ്റെ അടുത്തുള്ള പൊന്മുണ്ടം, ഈ പ്രദേശങ്ങളെല്ലാം ശൈഖുന നടന്ന സ്ഥലങ്ങളാണ്. ഇവിടെയുള്ള ധാരാളം ആളുകൾ ശൈഖുനയുമായി നന്നായി ബന്ധപ്പെട്ടവരാണ്. നമുക്കറിയാം യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ ആ കാലഘട്ടത്തിൽ മടവൂർ ശൈഖുനാക്ക് അല്പകാലമൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു വൈലത്തൂർ തങ്ങൾ മൂപ്പര് ഹാദിമല്ല. നിങ്ങൾക്ക് ഏതായാലും ഒന്നുമില്ല, ഉള്ള ആളുകൾ നിങ്ങൾ ഇല്ലാതാക്കണ്ട. തങ്ങൾ തന്നെ അവിടുത്തെ അവരിറക്കിയ CM സ്മരണിക, അന്ന് ആ സ്മരണികയിൽ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട് അർത്ഥവത്തായ ഒരു ലേഖനമുള്ളത് വൈലത്തൂർ തങ്ങളതാ. എന്തുകൊണ്ട്? കാരണം വൈലത്തൂർ തങ്ങളാണ് ശൈഖുനയുമായി അടുത്തിടപഴകിയത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ശൈഖുനായുടെ കലാമ് കേട്ട ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ അതിൽ ഹെഡിങ് എഴുതി ഖുതുബുസ്സമാൻ ശൈഖുന മടവൂര്. അതും ശൈഖുന പറഞ്ഞതാ. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞു, ഖുതുബുസ്സമാൻ ഇതൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ ആ മാസികയിൽ ആ സ്മരണികയിൽ എഴുതി ഖുതുബുസ്സമാൻ. നോക്കണം, അത് വായിച്ചു നോക്കൂ നിങ്ങൾ. ബാക്കിയുള്ള ഒരാൾക്കും ഒന്നും വൃത്തം കിട്ടിയിട്ടില്ല. ചില ആളുകൾ പറഞ്ഞു കക്കടിപ്പുറ അബൂബക്കർ മുസ്ലിയാർ, മടവൂർ അബൂബക്കർ മുസ്ലിയാർ, ഇങ്ങനെ 2 മുസ്ലിയാന്മാർ നമുക്കുണ്ടായി. അവരങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം അവർ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. ചില ആളുകൾ അങ്ങോട്ട് പോയതേയില്ല. കാനു അൻഹാ മുഅരിദീൻ, തിരിഞ്ഞു കളഞ്ഞ ആളുകൾ. വൈലത്തൂർ തങ്ങൾ അല്പകാലമൊക്കെ ശൈഖുനായോടുകൂടെ ജീവിച്ചവരാണ്. ശൈഖുനയെ കുളിപ്പിച്ചു കൊടുത്തവരാണ്. അവർക്ക് വേണ്ടി വെള്ളം ചൂടാക്കി കൊടുത്ത അതിൻ്റെ ഘട്ടങ്ങൾ ആ സ്മരണികയിൽ ബഹുമാനപ്പെട്ടവർ തന്നെ വിവരിക്കുന്നുണ്ട്. വായിക്കണമത്. ഖുതുബുസ്സമാൻ വൈലത്തൂർ തങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. വൈലത്തൂർ തങ്ങൾ ഉറൂസിന് വരുന്ന ആളുകൾ, വൈലത്തൂർ തങ്ങളെ മദ്ഹ് പറയുന്ന ആളുകൾ, അവരെ പേരിൽ പറഞ്ഞ് നടക്കുന്ന നവജമാഅത്തിന്റെ ആളുകൾ,
അവരുടെ തലപ്പത്തിരിക്കുന്ന പല പണ്ഡിതന്മാരായി പറയപ്പെടുന്ന ആളുകൾക്കും ശൈഖുന മടവൂരിനെ കുറിച്ച് വൈലത്തൂർ തങ്ങൾ പറഞ്ഞ കുത്തുബുസ്സമാൻ എന്നുള്ള പ്രയോഗം വരെ ഉപയോഗിക്കുവാനും പറയുവാനും സാധിക്കുന്നില്ല. എന്താ കാരണം? കാരണം വ്യക്തമാണ്, അവർ അതിൽ വിശ്വസിച്ചിട്ടില്ല. അവർ ഉൾക്കൊള്ളാൻ വൈലത്തൂർ തങ്ങളെ ജീവിതത്തിൽ അതല്ലേ അവരെപ്പോഴും പറയും, ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ശൈഖുനയെ കിട്ടിയതാണ്, അവർ ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അത്ര വലിയ ഹദറത്ത്, ആയിരക്കണക്കിന് ആളുകൾ ശൈഖുനാന്റെ സന്നിധിയിൽ വന്നു. കണ്ട ആളുകൾ പറയല്ലോ, ഓരോ ദിവസവും ശൈഖുന ഓരോ അവസ്ഥയിലല്ലേ, അവരെ കണ്ടാൽ മതി വരുമോ? നൂറുകണക്കിന് പ്രശ്നങ്ങൾ, രോഗികൾ, കടമുള്ളവർ, കടക്കണിയിൽ കുടുങ്ങിയ ചില ആളുകൾ ശരി ഞാനത് വീട്ടിൽ നിന്നാണ് പറയുന്നത്. കേൾക്കുന്ന ആളുകൾ തന്നെ ഞെട്ടിപ്പോവുകയാണ്. പടച്ച റബ്ബേ, ലക്ഷങ്ങളാണ് ആ കാലം, ഞാനത് വീട്ടിൽ നിന്ന് ശൈഖുന പറയാണ്. ഇവർക്ക് ഈമാണ്ട് സന്തോഷത്തോടു കൂടി കൂണിപ്പടിക്ക് ഇറങ്ങി വരികയാണ്. ഉടനെ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ അവരുടെ മുമ്പിൽ ബോധ്യപ്പെടുകയാണ്. എല്ലാം സമാധാനം. എല്ലാറ്റിനും അങ്ങനെയല്ല. ചില ആളുകളോട് ശൈഖുന പറയും, പോയി ജോലി ചെയ്യുക, അങ്ങനെ പറഞ്ഞ ഘട്ടങ്ങളുണ്ട്. ചില ആളുകൾ പ്രശ്നം പറയുമ്പോൾ ശൈഖുന പറയും, പോയി ജോലി ചെയ്യുക. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു സഹാബി വന്നില്ലേ, ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലേ, പെരയിൽ പട്ടിണിയാണ്, പ്രയാസാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. റസൂലുള്ളാഹിന്റെ അടുത്തൊന്നും കൊടുക്കാനില്ല. അള്ളാഹിന്റെ റസൂല് ചോദിച്ചു, നിന്റെ വീട്ടിൽ വല്ലതും ഉണ്ടോ? വീട്ടിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ ഉള്ളത്? അവിടെ ചെറിയൊരു വിരിയുണ്ട്, ചെറിയൊരു പാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് അത് രണ്ടും കൊണ്ട് കൊണ്ടുപോവാ. അത് രണ്ടും പോയി കൊണ്ടുവന്നു. റസൂലുള്ളാഹി അത് എടുത്തു. മൻ യഖുദു ഹാദാ, റസൂലുള്ളാഹി ചോദിച്ചു, ആരാത്? ഒരു വിലക്കെടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ലേലം വിളി എന്നൊക്കെ പറയല്ലേ, അലാ വിളി നെയ്ക്കാരം, കയറ്റി വിളിക്കുക. ഒരു സഹാബി പറഞ്ഞു, ഒരു ദിർഹമിന് ഞാനത് സ്വീകരിച്ചോളാം. റസൂലുള്ളാഹി ആയിട്ടില്ല. ആരാ കൂട്ടി വിളിക്കാനുള്ളത്? മൻ യസീദ്, ആര് കൂട്ടി വിളിക്കും? ആരേലും ഇല്ല. പിന്നെ ഒരു സഹാബി പറഞ്ഞു, ദിർഹമേൻ, രണ്ട് അള്ളാഹു റസൂലിനെ 2 ഇഞ്ച് എടുത്തോ, കൊണ്ടുപോയിക്കോ. ആ 2 ദിർഹം ഈ ആൾക്ക് കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങാടിയിൽ പോയിട്ട് ഒരു മഴു വാങ്ങി വന്നു. അയാൾ ഒരു മരത്തടി എടുത്ത് റസൂലുള്ളാഹി അതിനെ പിടിയിട്ടു. പോയി വിറക് വെട്ടുക, അങ്ങാടിയിൽ പോയി വിറക് വിൽക്കുക. 2 ആഴ്ചക്ക് ഞാൻ ഈ പരിസരത്തേക്ക് കാണാൻ പാടില്ല, ഈ ജോലി ചെയ്തോളണം സയ്യിദുനാ റസൂലുള്ളാഹി. അയാൾ പോയി ഓരോ ദിവസവും കച്ചവടം മെച്ചപ്പെട്ട് വിറക് വെട്ടി 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അള്ളാഹു റസൂൽ പറഞ്ഞു, എന്തായി? ഇപ്പോൾ 10 ദിർഹം കിട്ടി, മാഷാ അല്ലാഹ്, എന്നാ ദിർഹം കൊണ്ട് വിരി വാങ്ങിക്കോ, പാത്രം വാങ്ങിക്കോ, ഭക്ഷണം വാങ്ങിക്കോ, തണ്ടും തടിക്ക് അത്യാവശ്യം ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ചോദിച്ചടക്കാൻ പാടില്ല, ജോലി ചെയ്യണം സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. ശൈഖുന മടവൂർ അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. സമാധാനം കൊടുത്തവർ എല്ലാം ഉണ്ട്. വലിയ സന്നിധിയായിരുന്നു. ആ പൂമുഖം ഒന്ന് ദർശിക്കുവാനും അവിടെ പോകുവാനും ബന്ധപ്പെടാനും കഴിഞ്ഞവർ ഏറ്റവും വലിയ അത് കാത്തു സൂക്ഷിച്ചവർ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു അവിടുത്തെ മദതും സഹായവും നമുക്ക് നൽകുമാറാവട്ടെ. പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കണം നിങ്ങൾ, ഇങ്ങനെ ഏത് കാലത്തിനും അള്ളാഹുവിൻ്റെ ആളുകൾ കടന്നു വരുമ്പോൾ അവരെ പരിഹസിക്കുന്നവരും എതിർക്കുന്നവരും നിരാകരിക്കുന്നവരും ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അതിൽ മുമ്പന്തിയിലുണ്ടാകുക കിതാബ് പഠിച്ച ദുഷിച്ച പണ്ഡിതന്മാരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ആ പറഞ്ഞതിൻ്റെ പുലരി അന്നുമുണ്ടായി. അന്ന് ധാരാളം പണ്ഡിതന്മാർ അവർ ശൈഖുനായെ വിമർശിച്ച് നടക്കുന്നവരായി. പല കാരണങ്ങളുണ്ട്, പല കാരണങ്ങളും അവർക്കുണ്ട്. അവർ പഠിച്ചതിലല്ല ശൈഖുന, ഇവരെന്തോ പഠിച്ചു മനസ്സിലാക്കി അതാണ് ദീൻ എന്നാണല്ലോ ഈ മണ്ടന്മാർ മനസ്സിലാക്കി നടക്കുക. ശൈഖുനയെ ചോദ്യം ചെയ്തു. അവ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെയാണ് ആ കാലഘട്ടത്തിൻ്റെ ഉലമാക്കളുടെ യഥാർത്ഥ പണ്ഡിതന്മാരുടെ നേതാവായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ആ രൂപത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ വിളിച്ചുകൂട്ടി എന്ത് പറഞ്ഞുകൊടുത്തു. മടവൂർ മുഖ്യ അധികാര പദവിയുള്ള മഹാനാണ്, അവരെ വിമർശിക്കാൻ പാടില്ല, വിശ്വസിച്ചു കൊള്ളണം. അവരുമായി ബന്ധപ്പെട്ടൊരു പൂച്ചക്കുട്ടിയെ പോലും വിമർശിച്ചാൽ അവന്റെ അന്ത്യം ദുഷിച്ചു പോകും. മഹാനരായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അതല്ലേ ഒരു പണ്ഡിതൻ പറയേണ്ടത്?
സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം ശവ്വാലുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ചില മാസങ്ങളിൽ ഇവിടെയുള്ള നവജമാഅത്ത് അഥവാ കാന്തപുരം വിഭാഗം അവര് പല പണ്ഡിത സഭകളും വിളിച്ചുകൂട്ടി. എന്തിനു വേണ്ടിയായിരുന്നു? മടവൂർ ശൈഖുനായുടെ കറാമത്ത് പറയാൻ പാടില്ല. മടവൂർ ശൈഖുനയെ നമ്മൾ അത്ര പുകഴ്ത്തി പറയേണ്ടതില്ല. അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും മറ്റും പറയുന്നതും അത് സമൂഹത്തിൽ ഈമാൻ നശിപ്പിക്കാൻ കാരണമാകും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വേസ്റ്റുകൾ വിളമ്പാൻ വേണ്ടി മാത്രം വിളിച്ചുകൂട്ടിയ പണ്ഡിത സഭകൾ നോക്കൂ നിങ്ങൾ, അതവിടെ സംഭവിച്ചത്. അവര് അന്നും ഇന്നും ശൈഖുനായോട് വിമർശനത്തിലുള്ളവരാണ്, വിശ്വസിച്ചിട്ടില്ല. തങ്ങളുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി അവർ ശൈഖുനായ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേട്ടിട്ടില്ലേ, SSFന്റെ കുട്ടികൾക്ക് അർശിന്റെ തലണ്ട് വടകര മദാജി പറഞ്ഞു, അവർക്ക് സിറാത്ത് എന്ന കാലത്ത് അങ്ങനെ പോകാൻ മറ്റേ വലിയ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇവരുടെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി മഹാന്മാരെ പേരിൽ കളവ് പറയുക. ഏതുപോലെ ഇപ്പം എന്തോ കാര്യലാഭങ്ങൾക്ക് വേണ്ടി വൈരത്തൂർ തങ്ങൾ ഹാദ്യമല്ല എന്ന് വലിയ ആൾ പറഞ്ഞതുപോലെ കള്ളവല്ലേ? സൂര്യപ്രകാശം പോലെ വ്യക്തമല്ലേ ആ കാര്യം? ഇന്നത്തെ ഈ പോക്ക് പോവുകയാണെങ്കിൽ അറസ്റ്റിന്റെ തല നമ്മളുടെ പുളിന്റെ അലന്റെ തലം കൂടി ഉണ്ടാവില്ല. അത്രയും മോശമല്ലേ പോക്ക്? എവിടെ ഉണ്ട് നിങ്ങളെ ബന്ധം? ഒരു ബന്ധവുമില്ല. വളരെ ഖേദമല്ലേ? നോക്കൂ നിങ്ങൾ, സുന്നികളുടെ നേതാവായി ചില ആളുകളൊക്കെ കാണിക്കണ നേതാവാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എന്താണ് അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ മോശങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാനരായ ശൈഖുന അന കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ അതിനെ നിരൂപണം നടത്താൻ ആരാണ് അവിടെ വളർന്നവർ? എന്നിട്ട് അതിനെ കുത്തുബുൽ ആലം, കുത്തുബും ഫിൽ ആലം എന്ന് പറയുക മാത്രമല്ല, ഇവന്റെ ഈ ദുഷിച്ച നാവ് കൊണ്ട് ഇബ്നു തൈമിയ്യയെ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്നത് പോലെയാണ് കുത്തുബുൽ ആലം ശൈഖുന മടവൂരിനെ കുത്തുബുൽ ആലം എന്ന് പറയുന്നത് എന്ന് മടവൂരിൽ വെച്ച് പ്രസംഗിച്ച ആളല്ലേ ഈ വൃത്തികെട്ടവൻ? ഇതൊരു സുന്നി പണ്ഡിതന്റെ നാവിൽ നിന്ന് ഉണ്ടാവേണ്ടതാണോ? ശൈഖുനയുടെ കറാമത്ത് പറഞ്ഞാൽ അത് ആളുകൾ ഈമാനിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് പറഞ്ഞാൽ എത്ര അബദ്ധമാണ്. ഈമാനിൽ നിന്ന് തെറിച്ചു പോകുന്നത് നിങ്ങളുടെ ദുശ്ചെയ്തി കൊണ്ടാണ്. യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. അല്ലാഹുവിന്റെ അംബിയാ ഔലിയാക്കൾ അവർ മുസ്തഫീങ്ങളാണ്. അവരെ കൊണ്ട് വലാലത്തുണ്ടാകുന്നവൻ അവൻ വലാലത്തിൽ നീങ്ങിയതുകൊണ്ടാണ്. ശൈഖുനായുടെ വീടിനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞില്ലേ? ചിറ്റടിമീത്തൽ വീട്. എന്താ പറയാൻ ബാക്കി വെച്ചത്? ആ ശൈഖുനായുടെ കറാമത്ത് പറയുന്ന ആളുകളെ നിങ്ങൾ എല്ലാ നിലയിലും നിങ്ങൾ അടക്കി നിർത്താൻ ശ്രമിച്ചില്ലേ? ആരൊക്കെയാണോ ശൈഖുനായുടെ കറാമത്ത് പറയുന്നവർ, മഹത്വം പറയുന്നവർ, അവരെ തളച്ചിടാൻ വേണ്ടി എല്ലാ അടവും പാറ്റി. വിവാദമായിക്കൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ കടക്കുന്നില്ല. മടവൂരി കാഫില വീട്ടിലെ പ്രസവിലെ വിഷയം, ഹോസ്പിറ്റലിൽ പോകേണ്ടതിന് പോകണം, അതിൽ വീഴ്ചകൾ വന്നാൽ അത് വീഴ്ച തന്നെയാണ്. പക്ഷെ അതിനെ മുതലാക്കി അതിന്റെ മറവിൽ മടവൂർ കാഫില അയാൾ മടവൂർ ശൈഖുനാന്റെ കറാമത്തും മഹത്വവും പറയുന്നു എന്നതിന്റെ പേരിൽ അയാളെ തളച്ചിട്ട് മടവൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ആകാവുന്നത് ചെയ്യാൻ വേണ്ടി ഓടി നടന്നു ഒളിഞ്ഞും തെളിഞ്ഞവും ഇത്ര നീചന്മാര് കേരളത്തിൽ നിങ്ങളെപ്പോലെ വേറെ ആരാളുള്ളത്? മഹാന്മാരോടുള്ള ഇവരുടെ എന്നാ മടവൂരില്ലാതെ പറയാതെ ഇവർക്കിവിടെ ക്ലച്ച് ഉണ്ടാകൂല. അതിനുവേണ്ടി പറയുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അയാൾ മിനിയാന്നോ 2-3 ദിവസം മുമ്പ് അയാൾ പ്രസംഗിക്കുകയാണ്. ആ മൂന്നാമത്തെ തൊട്ട് കൊടുക്കുക. ജീവിതകാലത്ത് ശൈഖുന മടവൂരിനെ വേണ്ട വിധം ഇയാൾ ഉൾക്കൊണ്ടിട്ടേ ഇല്ല. ഏതോ 2 ദിവസ സമയങ്ങൾ പോയി കണ്ടു. അത് ആരോ പ്രായമുള്ള ആൾക്കാരൊക്കെ കൂട്ടിപ്പോയി കണ്ടതാണ്. ഒന്ന് കുട്ടിക്കാലത്ത് ശൈഖുന മടവൂരിന്റെ യശസ്സും എല്ലാം വളരെ പ്രശസ്തമായി അറിയപ്പെട്ട കാലുണ്ടല്ലോ. കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ 10-13 കൊല്ലം ഒരു സുന്നിയായ പണ്ഡിതനായ അതിന്റെ നേതൃരംഗത്ത് നിൽക്കുന്ന ആളുകളെ മനസ്സ് എത്ര വെമ്പിക്കൊണ്ടിരിക്കും അങ്ങോട്ടൊന്ന് കയറിപ്പോകാൻ. ഈ പടപ്പ പണ്ടി ചവിട്ടിട്ടില്ല. അന്ന് 2 ആളുകളായിരുന്നു SSFന്റെ രംഗത്ത്. ഒന്ന് PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഒന്ന് കുറ്റ്യാടി അബ്ദുറഹ്മാൻ മൗലവി. 2 അബ്ദുറഹ്മാനാണ്. ഒരാൾ സാധാരണക്കാരനാണ്. പക്ഷേ PK അബ്ദുറഹ്മാൻ മാസ്റ്റർ അയാൾ പലപ്പോഴും ശൈഖുനാന്റെ ദർബാറിലെത്തി. ഇവൻ വലിയ പണ്ഡിതനായി പറഞ്ഞു നടക്കല്ലേ? ഒരു പ്രാവശ്യം പോലും ശൈഖുന മടവൂർ കോഴിക്കോട് എത്ര വിലസി നിങ്ങൾ ആ കോണിപ്പടി കയറാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അവരെ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ അവരെ ചോദ്യം ചെയ്തവരാണ്. നിങ്ങൾക്ക് അവരെ സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ പുറത്തു പറഞ്ഞാൽ ഇന്ന് ഒരു ഐഡിയും ഉണ്ടാകില്ല എന്നതുകൊണ്ട്
ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. മടവൂർ സിഎം വലിയുള്ളാഹ് എന്നൊക്കെ അവർ പറയും. വല്ലാഹു യഅലം, അല്ലാഹ്ക്കറിയാലോ. ഇന്നഹും ലകാദിബൂൻ, കാദിബീങ്ങളാണ് അവർ. എന്നിട്ട് അതിലൊന്നുമില്ല. എന്നിട്ട് ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കൂ നിങ്ങൾ അയാൾ പറയണത്. വലിയ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്. സിഎം വലിയുള്ളാഹി വഫാത്തായപ്പോൾ അതേ കോഴിക്കോട്ട് നിന്ന് സിഎം വലിയുള്ളാഹി അവരുടെ വീട് വരെയും പിന്നീട് മക്ബറയിലേക്കും ഒക്കെ കൊണ്ടുവന്ന ആ യാത്രയിൽ അവരെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ നേരെ ബേക്കിൽ ആ കാറിൽ ഞാനും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകളും അവേലത്ത് തങ്ങളും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആ കാറിൽ കൂടെ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്നോ അല്ല വെവ്വേറെ ആയിരുന്നോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ പോയിട്ട് അവസാനം മഹാനവറുകളെ മറവ് ചെയ്യുമ്പോൾ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകളോട്, ഉസ്താദ് വേഗം നിസ്കരിക്കൂ, ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട് എന്ന നിലയ്ക്ക് ഇമാമത്ത് നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഞാനായിരുന്നു. നിങ്ങളെ ഇപ്പൊ ശൈഖുന വഫാത്തായപ്പം മൂപ്പന്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ആ വണ്ടിയുടെ പിന്നിലുള്ള വണ്ടിയിൽ ഞാനുണ്ടായിരുന്നു. അവിടുന്ന് ചിറ്റടി മീത്തയിൽ വീട്ടിലേക്ക്, അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല എന്നല്ല ചങ്ങാഴ്ച മുമ്പ് പറഞ്ഞത്. അപ്പം ആ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ കാന്തപുരം നിസ്കരിക്കുമ്പോൾ തിരക്കുണ്ട്, നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞത് ഞാനായിരുന്നു. നീ എവിടെയായിരുന്നു ഞങ്ങൾ ചോദ്യം. അതിന് മുമ്പുള്ള കഥ പറയും. ഇതാണ് ഒരു സുന്നി നേതാവിൻ്റെ സ്വഭാവം. കുതുബുൽ-ആലം ശൈഖുന മടവൂരിനെ പോലുള്ള ആളുകൾ നിങ്ങളുടെ സംഘടനയാണോ? എന്താണ് അതിൻ്റെ സ്ഥാനം? അത് പഠിപ്പിക്കേണ്ടവരല്ലേ പണ്ഡിതന്മാർ? എവിടെയായിരുന്നു നിങ്ങൾ? മിനിയാന്ന് ചുള്ളിക്കോട് സക്കാഫി എന്താ പറഞ്ഞത്? മടവൂര് മക്കാമിൽ വന്നിട്ട് ഇവിടെ സിയാറത്തിന് വരാൻ നേരം കിട്ടില്ല, തിരക്കാണ്. എന്താണ് നിങ്ങൾ ഈ തിരക്ക്? ഇതാണോ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്? അവിടേക്ക് പോയി മാതൃക കാണിക്കേണ്ടവരല്ലേ നിങ്ങൾ? സുന്നത്ത് ജമാഅത്തിന്റെ വേഷം ധരിച്ച് സുന്നികളെ വഹാബിസത്തിലേക്ക് കൊണ്ടുപോകുന്ന തനി വ്യാജന്മാർ. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് അവർക്ക് ശൈഖുനാനെ പിടിക്കാഞ്ഞത്? പലതുണ്ട്. ശൈഖുന ഇവിടെ വന്ന മറ്റുള്ള ഔലിയാക്കളെ പോലെയല്ല. ആ കാലഘട്ടത്തിൽ തന്നെ ധാരാളം ഔലിയാക്കളുണ്ട്. ശൈഖുന ദർസിൽ പഠിച്ചു, വെല്ലൂര് ബാക്കിയാത്തിൽ പോയി ബിരുദം നേടി ബാക്കവിയാണ്. ആ ബാക്കിയാത്തിൽ വന്ന് മടവൂരിൽ മുദർരിസാണ്, മടവൂരിൽ ഖാദിയാണ് ശൈഖുന. ഖതീബായി ഖുത്ബ ഓതിയിട്ടുണ്ട്, ജുമാക്ക് അവിടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശൈഖുന ചെയ്തു. പിന്നീട് ശൈഖുനാന്റെ മറ്റൊരു ഘട്ടമാണ്, പല ഭാഗത്തിലൂടെ സിയാഹത്തായി. താടിയും തലപ്പാവുമുള്ള ശൈഖുന പിന്നെ താടിയും തലപ്പാവും ഒന്നുമില്ല, ക്ലീൻ ഷേവ് ചെയ്ത കാലമുണ്ടായി. അതിനെക്കുറിച്ച് പൊന്മള എന്താ പറഞ്ഞത്? മടവൂര് താടി പഠിച്ച് ലോകത്ത് വേറെ എത്ര ആളുകൾ താടി പഠിക്കുന്നു? അതുപോലെ അങ്ങനെയാണോ അത്? അതല്ലേ നിങ്ങളുടെ മോശം? അതല്ലേ മഹാന്മാരെ നമ്മുടെ നാട്ടിലെ അടകോടന്മാരായി പറയപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ചില ആളുകൾ ഏതൊക്കെ രൂപത്തിൽ ആളൊക്കെ താടി പഠിക്കുന്നുണ്ട്? ഇനി ഒന്നുമില്ല, പല സാധാരണക്കാർ അങ്ങനെയുള്ള ആളുകളോടാണോ ഇത്രയും വലിയ ബന്ധപ്പെട്ടൊരു ഹദറത്തു ഷരീഫിനെ തുലനം ചെയ്ത് സംസാരിക്കുന്നത്? എവിടെ എത്തി നിങ്ങൾ? അങ്ങനെ വന്നു. ശൈഖുന പല വസ്ത്രധാരണം തുടങ്ങി, കളറുകൾ ഇട്ട് തുടങ്ങി, ഫാൻറ്റും കുപ്പായും ധരിച്ച് നടക്കാൻ തുടങ്ങി. എല്ലാം ക്ലീൻ ഷേവായി. ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല. ഇത് കണ്ടപ്പോൾ അതുവരെ ചില ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് ഇവർക്ക് തോന്നി ഇതൊക്കെ ഒരു വലിയാണോ? അറക്കൽ ബീരാൻകുട്ടി മുസ്ലിയാർ, കാവനൂരുള്ള ആള്, എടപ്പാൾ അടക്കൽ ദർശനം നടത്തുന്ന ബഹുമാനപ്പെട്ടവർ, അവർ പറയുന്നൊരു ചെറിയ സംഭവം നിങ്ങൾ കേട്ടു നോക്കൂ. അവരും കുറച്ചാളുകളും ശൈഖുനാനെ കാണാൻ പോയി. 7 ആളുകളുണ്ട്. ബീരാൻകുട്ടി ഉസ്താദ് പറയാം, അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ചില മുസ്ലിയാക്കന്മാരും അല്ലാത്തവരൊക്കെ ആയിട്ട് 7 ആളുണ്ടവർ. ശൈഖുനാനെ കാണാൻ കിണാശ്ശേരി വീട്ടിലാണ് ശൈഖുന. ഒരു വലിയനെ മടവൂർ ശൈഖുനായെ കാണാൻ പോവാണ്. അവിടെ ചെന്ന് കണ്ടു, താടിയുമില്ല, തലയിൽ മുടിയില്ല, എല്ലാം ക്ലീനാക്കിക്കൊണ്ട അവസ്ഥ. പൗഡറൊക്കെ ഇട്ട് ഒരു തുണി മാത്രം ഉടുത്തുകൊണ്ടുള്ള വേഷം. വീരാൻകുട്ടി മുസ്ലിയാർ ആ രംഗം പറയുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട കാഫിലെ ഉസ്താദ് ചോദിക്കുന്നുണ്ട് ആ സംഭവം. ചുരുക്കത്തിൽ ഒന്ന് ആ ഫസ്റ്റിലെ കാഴ്ച തന്നെ അങ്ങോട്ട് വല്ലാതെ ഞാൻ എന്നെ ഉസ്താദിനെ വല്ലാതെ മനസ്സിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ അന്ന് ഉസ്താദ് ഫുൾ നല്ല, ഞാൻ കാണുമ്പോൾ ഒരു
തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ, പനിയൊന്നുമില്ല. കുപ്പായം കഴിച്ചൊക്കെ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് അന്ന് ശരിക്ക് പറഞ്ഞാൽ മുടിയും വളർത്തിയിട്ടില്ല. അന്ന് മുടിയൊക്കെ കളിയുന്ന കാലം, മുട്ടടിക്കുന്ന നല്ല ഫോട്ടോ കിട്ടും, നല്ല സുമുഖനായിട്ട് ആണ് ആദ്യം കാണുന്നെ. അന്ന് കണ്ടപ്പോ ആ സുമുഖനായി കണ്ടുകൊണ്ട് ചെന്റെ ഒപ്പമുള്ള ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരിയാണ് എങ്ങനെയാന്നാ ചോദിക്കട്ടെ. എന്റെ കൂടെ പോകുന്ന എല്ലാവർക്കും അത് അങ്ങനെ കഴിയും. എന്നോട് അവർ ആശയം കുഞ്ചെന്താ ചങ്ങായി അവരിയാണ് അങ്ങനെ ഞാൻ കഴിച്ചിട്ട് ഇല്ല. ഫുൾ ഇതാണ്, നല്ല സുമുഖനായിട്ടല്ലേ താടിയും. വീരാൻകുട്ടി മുസ്ലിയാർ ശൈഖുൻ അതൊക്കെ ഒരു പ്രധാന പോയിന്റാണത്. കൂടുള്ള 7 ആളുണ്ട് വരെ 6 ആളും എന്താ പറഞ്ഞത്, ഔലിയപ്പം എങ്ങനെയാണോ പേരോടിൻ്റെ ബീജങ്ങളാണ്, ആ ബാക്കിയാണത്. പോയിട്ടില്ല അവർ. കാരണം എന്താ, വലിയപ്പം എങ്ങനെയാണോ അതാണ് അന്ന് വയനാടിൽ വെച്ച് ശംസുലുലമ ഇവരെ പഠിപ്പിച്ചത്. ഔലിയാക്കളെ ഇസ്തിലാഹാത്തും അവരുടെ അഹ്വാലും പഠിക്കണം. മഹാനരായ ശംസുൽ ഉലമാ. കുല്ലുജാബ് അങ്ങനെ അടിച്ചിരുന്നോളി നിങ്ങൾ, മന്തിക്ക് ഇങ്ങനെ വളർത്തുന്നോളി. ഇത് പഠിക്കണം നിങ്ങൾ. ഇത് പഠിച്ചാൽ കിതാബ് മാത്രം പഠിച്ചാൽ പോലെ ഇതിൻ്റെ ഹദറത്തിലേക്ക് പോകണം. ആ 7 ആള് പോയി. ബഹുമാനപ്പെട്ട വീരാൻകുട്ടി ഉസ്താദിനാണ് അവിടെ ഹിദായത്ത് സ്ഥിരപ്പെട്ടത്. എന്താ കാര്യം? ശൈഖുനയുടെ വേഷം, ശൈഖുന ഫാൻറ് ധരിച്ചു, സാദാ ഡ്രസ്സ് കുപ്പായമിട്ടു. മടവൂര് കാളിയായ ശൈഖുനാണത്. അന്നൊക്കെ പറ്റിയ ചില ആളുകൾക്ക് ഫാൻറ്റും കുപ്പായിട്ടപ്പോൾ അതാ പേച്ചു പോയല്ലോ, എന്താണിപ്പത് എന്ന് എന്തോ മണ്ടത്തരങ്ങൾ മനസ്സിലാക്കി. ഏതുപോലെ ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അന്ന് മക്കയിലുള്ള ചില ആളുകൾ, ആരാ റസൂല്? അന സയ്യിദു ഉൽദി ആദം, ലോകർക്കെല്ലാം നേതാവാണ്, എല്ലാ അമ്പിയാക്കൾക്കും നേതാവാണ്, ഞാൻ അള്ളാനെ കണ്ടവരാണ്, ഞാനാണ് മഹ്ശറയിൽ ശഫാഅത്ത് ചെയ്യുന്നത്, എല്ലാം പറഞ്ഞ അഷ്റഫുൽ മൗജൂദാത്ത് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. റസൂലുള്ള എന്താണ്? ഇന്നമാ അന ബശറും മിസ്ലുക്കും. റസൂലുള്ള ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ബൊമ്മ വീർപ്പിച്ച് നടക്കല, അതൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാകുന്നു, അങ്ങനല്ല. റസൂലുള്ള അതൊക്കെ ഉണ്ടെങ്കിലും ബശറും മിസ്ലുക്കും, സാധാരണക്കാർക്കിടയിൽ അവരോട് സഹവസിച്ച് എല്ലാ സാധാരണത്വവും തോന്നുന്ന രൂപത്തിൽ തന്നെ റസൂലുള്ള ജീവിക്കും. കളിതമാശയിലുണ്ടാവും, എല്ലാം പറയും. ഒരു സഹാബി കല്യാണം കഴിച്ചു വന്നപ്പോൾ റസൂൽ ചോദിച്ചില്ലേ, ആ ബിക്കുറുൻ അം സയ്യിബ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നാ ചോദിക്കണത്. ബല ശരീഅത്തിൽ വെക്കുവോ? ഔലി അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? റസൂലാ ചോദിക്കണത്. സഹാബി പറയാം, ജാബിർ എന്നവർ പറയാണ്, വലിയ സംഭവമാണ്. ജാബിർ എന്നവർ പറയണ്ടേ, ഒരു യാത്രയാണ്, യാത്ര എൻ്റെ ഒട്ടകം തീരെ, കുതിര തീരെ സ്പീഡില്ല, എൻ്റെ വാഹനം സ്പീഡില്ല. റസൂലാണ്ട് പറഞ്ഞു, ജാബിറിനോട് റസൂൽ ചോദിച്ചു, എന്താ ഇങ്ങനെ വയന്ന് നടക്കണ്, ഇത് വണ്ടി സ്പീഡില്ല. റസൂൽ ഒന്ന് കൊട്ടിക്കൊടുത്ത്. ജാബിർ എന്നവരെ പറയാം, അത് സ്പീഡായി, ഉഷാറായി, പിന്നെ എല്ലാവരും മുമ്പിലാണ് ഞാൻ. ആ യാത്ര കഴിഞ്ഞപ്പോൾ റസൂലുള്ള ജാബിറിനോട് വെച്ച് ഈ വണ്ടി വിൽക്കണോന്ന്. റസൂലുള്ള കൊടുക്കൂലാറുന്നു. അവർ ബഹുമാനപ്പെട്ട റസൂൽ എന്നാൽ പിന്നെ ഹദിയ തരണ്ട, അജിന്ന പൈസക്ക് വിൽക്കുവോ? ആദ്യം ഫ്രീ ആയിട്ട് തരണോന്നാ ചോദിച്ചേ. തരൂല. പൈസക്ക് തരുമോ? പൈസക്ക് തരും. ജാബിർ എന്നവർ എത്ര പൈസ? റസൂലിൻ്റെ പൈസ പറ്റൂല, ഇത് വിലയുള്ള വണ്ടിയാണ്. വില ഏറ്റി പറഞ്ഞു. അത് വിലക്ക് കച്ചവടാക്കല്ലേ, രസങ്ങൾ, സംഭാഷണങ്ങൾ. ആ ജാബിർ എന്നവർ പറയുന്നുണ്ട്, റസൂൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചു കല്യാണം കഴിഞ്ഞപ്പം. ഞാൻ പറഞ്ഞു, ആദ്യം കല്യാണം കഴിഞ്ഞ പെണ്ണാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഒരു പുതുമണവാട്ടിയുടെ കെട്ടിക്കൂടെ? ലോകത്തിൻ്റെ നേതാവിൻ്റെ റസൂലിൻ്റെ സംസാരം ആ കിതാബ് എടുത്ത് നോക്കി നിങ്ങൾ. അങ്ങനത്തെ ഒന്നും പറയാൻ പറ്റൂല, ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. മടവൂരിൻ്റെ കറാമത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇപ്പോൾ വീട്ടിലെ പ്രസവത്തിൻ്റെ ബ്ലീഡിങ് നിങ്ങളത് ഇപ്പോൾ നിന്നിട്ടില്ല. നിങ്ങൾ ഈ സമൂഹത്തെ പറയിപ്പിച്ചു. പിന്തിരിപ്പന്മാരെന്ന് പറഞ്ഞതിന് നേർ ചിത്രങ്ങളായി നിങ്ങൾ. ഈ ശവ്വാല് വിലയിരുത്തിയിലെ ദീൻ നിങ്ങൾക്ക് യാതൊരു വിലയില്ലാന്ന് എന്തൊക്കെ മോശങ്ങൾ ചെയ്ത്. അപ്പം റസൂലുള്ളാഹിന്റെ ശൈലികളാണത്. തമാശ പറയും, ചിരിക്കും, ഭാര്യമാരോട് സംഭാഷണങ്ങൾ. ഞാൻ റസൂലാന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ പേടിച്ചിരിക്കുന്ന നിൽക്കല അല്ലല്ലോ. ഉമർ എന്നവർ ചെന്നപ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിങ്ങനെ ഓടിയല്ലോ.
അപ്പോൾ റസൂൽ ചിരിക്കുന്നുണ്ട്. ഉമറെന്നൊരിക്കൽ സംശയം, എന്താ ഞാൻ വന്നപ്പോൾ ഒരു ചിരി. അപ്പോൾ റസൂൽ പറഞ്ഞു, എൻ്റെ പെണ്ണുങ്ങന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എന്നോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ അരിയില്ല, കൊത്തമ്പാലില്ല, മുളകില്ല എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ, നിങ്ങളിവിടെ റസൂലാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ, ഇവിടെ വല്ലതുണ്ടോ? പക്ഷെ നിങ്ങളിങ്ങോട്ട് വരുന്നതെന്ന് കണ്ടപ്പോൾ, ഉമറജ്ജ് വരുന്നത് കണ്ടപ്പോൾ ആയിട്ടുള്ള ഓടുന്ന ഓട്ടത്തിൻ്റെ ശൈലി കണ്ട് ചിരിക്കുക ഞാൻ. ഇപ്പോൾ ഉമറെന്ന ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ ഇന്നെയാണ് അപ്പോൾ പേടിക്കണത്, റസൂലിനല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടുന്ന് സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു, ഉമറേ റസൂൽ എൻ്റെ മോലെ പരിക്കനല്ല, ഞങ്ങൾക്ക് എന്തും പറയാം, അള്ളാൻ്റെ റസൂലാണിത്. ആ റസൂല സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ പോകും, അവിടെ പോയി മാവ് വാങ്ങാനും മാംസം വാങ്ങാനും അവർക്കിടയിൽ നടക്കും സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. ഇത് കണ്ടപ്പം അതാ കൂട്ടുകാരക്കാരൻ മറ്റുള്ള ആളുകളൊക്കെ വരികയാണ്, മാലി ഹാദർ റസൂൽ, ഇതെന്താ ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്നത്, യംശി ഫിൽ അസ്വാഖ്, സൂക്കിൽ നടക്കുകയാണല്ലോ, അങ്ങാടി നടക്കാൻ പറ്റൂലേ? അവരങ്ങാടിയിലും നടക്കും, എല്ലായിടത്തും നടക്കും ഇവർ വിവാദം ഉണ്ടാക്കി. ഇപ്പൊ വിവാദം നമ്മൾ കാണില്ലേ? ഇപ്പൊ നമ്മളെ ശൈഖുന ഗ്ലോബൽ വില്ലേജിൽ നടന്നു എന്നുള്ളതാണ് ഇവരിങ്ങോട്ട് പറഞ്ഞ് പരത്തി. ഇത്ര ഉളുപ്പ് കെട്ടൊരു വർഗം ഈ കേരളത്തിൽ വേറെ ആരും വന്നിനെങ്ങന്മാരെ? നിങ്ങൾക്കതിൽ വല്ല മാർക്കറ്റും ഉണ്ടോ? ശൈഖുനായ ലോകത്തെത്തിക്കല്ലേ ഗ്ലോബൽ വില്ലേജാ, അത് സാധാ വില്ലേജല്ല. അവിടുന്ന് തന്നെ അതൊക്കെ നടക്കുക. ആ പേരിൽ രഹസ്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾക്ക് എന്തോ കിട്ടിയില്ല. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹുവിന്റെ നൂറിനെ വ്യാപിപ്പിക്കും, അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കും. റസൂലുള്ള സൂക്കിൽ നടക്കുമ്പോൾ കളിയാക്കണവർ. അല്ലാഹ് റസൂലിനോട് പറഞ്ഞു, നബിയേ നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണോ, നിങ്ങളെ മുമ്പിൽ വന്ന എല്ലാ മുർസലീങ്ങളും വമാ അർസൽനാ ഖബലക മിനൽ മുർസലീൻ ഇല്ലാ ഇന്നഹും ലയഅകുലൂന തആം വയംശൂന ഫിൽ അസ്വാഖ്. നൂഹ് നബിയും മൂസാ നബിയും ഈസാ നബിയും അവരൊക്കെ വില്ലേജിൽ, ഗ്ലോബലും അല്ലാത്ത വില്ലേജിലൊക്കെ നടന്നവരാണ്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും എന്താ മാർക്കറ്റിൽ നടക്കാൻ പറ്റൂലേ? അത് നിങ്ങളെ കാന്തപുരം സുന്നികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ളൊരു സ്വഭാവമാണ്. നിങ്ങൾ നടക്കൂല. നിങ്ങളാരാ കൂട്ടര്? ഒന്നാട് രണ്ട് ആ വില കൂട്ടത്തിൽപ്പെട്ട് ദർസ് പഠിച്ചാൽ തന്നെ ഒക്കെ കാന്തപുരായി. പിന്നെ മുമ്പ് ചെറുശ്ശേരി ഉസ്താദ് കൊണ്ടോട്ടി മീൻ വാങ്ങാൻ മാർക്കറ്റ് ഇറങ്ങി ആ പാവ് ഫോട്ടോ എടുത്ത് വിട്ട ആൾക്കാരാണ് നിങ്ങൾ കണ്ടോ? സമസ്തന്റെ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മൊല്ലാക്കഥ മീൻ വാങ്ങുന്നു മാർക്കറ്റിൽ. എന്താ ചെറുശ്ശേരിക്ക് മീൻ വാങ്ങിക്കൂടെ? ഏത് ദീനാണിത്? കാളമ്പാടി ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആയപ്പോൾ പോലും ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കാന്തപുരം ഓട്ടോറിക്ഷയെ പോലായിരിക്കും. നിങ്ങൾ അങ്ങനെ പോയിക്കോളൂ. ആ കാന്തപുരം ആകേണ്ട ബരദിലിക്കാൻ തട്ടിയാൽ മതി, ഒക്കെ ആയല്ലോ. എന്താണ് അതാണ് അപ്പിടി ഇപ്പിടി? ഏത് ദീനാണ് നിങ്ങൾ ഈ പറയണത്? എന്നിട്ട് ഒരു ഫാമിലിയുടെ ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുക. എന്താ അങ്ങ് കയ്യിലുള്ളത്? ഒന്നരാ ശൈഖുന അവിടെ ഭാര്യയുമൊത്ത് ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. എന്താ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ? അത് വലിയൊരു പിന്നെ മാർക്കറ്റല്ലേ എന്ന് പറഞ്ഞാൽ സൂക്കല്ലേ? എല്ലാ നാട്ടുകാരും ബന്ധപ്പെടുന്ന സർവ്വസാധനങ്ങളും കിട്ടുന്ന വലിയ സ്ഥലമാണ്. എല്ലാവർക്കും അവിടെ പോകാം. എന്നിട്ട് അവിടെ നടക്കുന്ന ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുക. എന്തുണ്ടതിൽ? ശറഅന് വിരുദ്ധമായി എന്ത് പറയാൻ നിങ്ങൾക്കതിലുണ്ട്? ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോടന്ന് പറഞ്ഞതുപോലൊരു പരിഹാസം, അപഹാസം വേറൊന്നുമില്ല. ഗ്ലോബൽ വില്ലേജ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുമാണ്. എന്നിട്ട് അതിൽ ക്ലച്ച് പോയി. പിന്നെ പറയാണ്, ചില ആൾക്കാരുടെ ചോദ്യം അങ്ങനെയാണ്, ഇത്തരം ആളുകൾ അവിടെ നടക്കാൻ പറ്റുമെന്ന്. അതല്ലേ പന്ന് റസൂലിനെ പറ്റി ചോദിച്ചത്? ശൈഖുന മടവൂരിനെ കുറിച്ച് ചോദിച്ചതല്ലേ? അവർ നടക്കും ചങ്ങാതിമാരെ, അവരവിടെ എല്ലാം ഉണ്ടാകും. അതൊന്നും ദീനിൽ അന്യമല്ല. നിങ്ങളെന്തോ മനക്കൂട്ട കെട്ടി. പിന്നെ ചില ആൾക്കാർ പറഞ്ഞാൽ തൊപ്പി, മറ്റേ തൊപ്പിയിട്ടത്. ഏത് തൊപ്പി? ഓരോ സ്ഥലത്തേക്ക് ലായിക്കാതല്ലേ ഇടുക. ഞാൻ വിചാരിച്ചു പ്രചരണം കണ്ടപ്പോൾ ഇബലെ പള്ളിയിലൊക്കെ ഉണ്ടാവും ഒരു തൊപ്പി. ഏത് ഈ ഓലോണ്ടുണ്ട് തുടഞ്ഞുണ്ടാക്കിയൊരു തൊപ്പിയുണ്ട്, സുന്നത്തിർക്കാനുള്ള തൊപ്പിയാന്ത്ര. പല പള്ളിയിലും ഉണ്ടാവും. അതൊന്നും സുന്നത്തിർക്കാൻ പറ്റിയ തൊപ്പിയില്ല. നിങ്ങൾ കണ്ടില്ലേ? ചില പള്ളികളൊക്കെ ഉള്ള മൂലൊക്കെ ഉണ്ടാവും, ഒരു കൊട്ടയുണ്ടാവും, കുറച്ച് തൊപ്പി ഉണ്ടാവും. അതിൽ ഓലോണ്ടൊക്കെ മുടഞ്ഞുണ്ടാക്കിയ തൊപ്പി. പല്ലി കാഷ്ടിക്കണ്, എലി അയിമല് മൂത്രമൊഴിക്കണ്, ഇതൊക്കെ ചെയ്യണ്. എന്നിട്ട് അത് പള്ളിക്ക് പോയിട്ട് നല്ല വെള്ള തുണിയും കുപ്പായൊക്കെ ഇട്ട നല്ല സുമുഖമായ ചെറുപ്പക്കാർ മൂലക്കെ പോയിട്ട് ആ തിരുമ്പാത്ത എനിക്ക് പിടിച്ച ആ കാഷ്ടം പിടിച്ച ആ ഇട്ടിട്ട് സുന്നത്തിൻ്റെ തൊപ്പി.
അതിനേക്കാൾ നല്ലത് അത് ഇടാതെ തല വാർന്ന് നിസ്കരിക്കുകയാണ്. സുന്നത്തിൽക്കാണെങ്കിൽ അതിനൊരു സീനത്ത് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പള്ളിയിൽ കയറാണ്ട് അടിവസ്ത്രം ഇത് ഊരിയിട്ട് തലമേട്ടാൽ മതിയോ? തലയിൽ എന്തെയൊന്നും ഉണ്ടായാൽ മതിയോ? അയറ്റാ തൊപ്പിയൊന്നും ആരും ഇടരുത്. അത് അവിടെ കെട്ട തൊപ്പി എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളാതെക്കാനും മുഖത്തേക്ക് വെയിൽ കൊള്ളാതെക്കാനൊക്കെ ഉള്ള തൊപ്പിയാണത്. നിങ്ങൾക്ക് അതിലൊക്കെ വേറെന്തോ കണ്ണുണ്ടാവും. ഓരോ സ്ഥലത്ത് യോജിച്ച വേഷം ഉണ്ടാവൂലേ? നിങ്ങളെ മർക്കസിൽ തന്നെ ലോ കോളേജിൽ നിന്നും മറ്റും ജഡ്ജിമാരും വക്കീലുമാരായ കുറേ ആൾക്കാരില്ലേ? നിങ്ങളെ മുഷാവറയിൽപ്പെട്ട ആളുകളില്ലേ? അവർ ഹൈക്കോർട്ടിലും മറ്റൊക്കെ പോകുമ്പോൾ അവർ വേഷം എന്താണ്? ഉള്ള വാലും തലയെക്കൊട്ട് കൂടെ കെട്ടിയാണ്ട അല്ല. നിങ്ങളെ കൂട്ടത്തിൽ ഡോക്ടർമാരായിട്ടുള്ള ഹോസ്പിറ്റലുകാരെ കുറേ ചെറുപ്പക്കാരില്ലേ? അവിടെ ഡോക്ടർമാരായിരിക്കും. അവരവസ്ഥ എന്താണ്? അവിടേക്ക് യോജിച്ച വസ്ത്രങ്ങൾ ധാരണ ഉണ്ടാവുക. ഓരോന്നിനും യോജിച്ചതുണ്ടാവും. എന്താണ് അതിലെന്താ പ്രയാസമുള്ളത്? ഒരു പ്രയാസമില്ല. ഞാൻ ഓർക്കുകയാണ്, ഒന്നിരായ ശൈഖുനൊരിക്കെ ഒരു യാത്രയിൽ മൂത്രയിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഞങ്ങൾ കയറി. ഞാൻ മൂത്രപ്പുരയിലേക്ക് പോവാ. അപ്പോൾ മൂത്രപ്പുരയ്ക്ക് തല മറക്കണമല്ലോ. തല മറച്ചുകൊണ്ട് തന്നെ ഉള്ളത്. പക്ഷെ തലയെക്കെട്ടൊന്ന് ഉഷാറായി കെട്ടി. ഞാൻ ശൈഖുന പറഞ്ഞു, തലയെക്കെട്ട് കെട്ടണ്ട, അവിടെ വെച്ചാൽ ആ തുപ്പിട്ട് പോയാൽ മതി. തിരിച്ചു വന്നപ്പോൾ ശൈഖുന പറയാണ്, തലപ്പാവ് എന്ന് പറഞ്ഞാൽ അതിന് ഹുർമത്തുണ്ട്. അത് നിങ്ങൾ ഈ ശൈത്താൻ കൊണ്ടുക്കൊക്കെ പോകുമ്പോൾ അവിടേക്ക് ആ സീനത്തും കാട്ടി പോകേണ്ട ആവശ്യമില്ല. അവിടെ തല മറക്കാന്നുള്ള ആ സുന്നത്ത് അതിനോട് യോജിച്ച് നിലക്ക് ചെയ്തേച്ചാൽ മതി. ഇതൊരു ഇക്റാമിൻ്റെ ഒരു ഷിയാറല്ലേ? നോക്കൂ നിങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണിത്. അവരെയാണോ നിങ്ങളിത് പഠിപ്പിക്കാൻ വരുന്നത്? വേറെ ചില ആളുകൾ പറയാം, ഗ്ലോബൽ വില്ലേജിൽ ഫഹദ് കാട്ടി നടക്കുന്ന സ്ത്രീകളുണ്ട്. ഉണ്ടായിക്കോട്ടെ, നിങ്ങളെ പോലെ പോയി നോക്കാൻ അവിടെ ആരും പോണില്ലല്ലോ. ഗ്ലോബൽ വില്ലേജിക്ക് ആളുകൾ സാധനം വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കല്ലേ പോവുക. നിങ്ങളെ മുസ്ലിം ജമാഅത്തിനെ പോലെ പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി അങ്ങാടിക്ക് പോകണമെന്ന് ദുഷിച്ച ആളുകൾ വേറെ അവിടെ ഉണ്ടോ? സംസാരം കേട്ടാൽ തോന്നും ഇവരൊക്കെ വിമാനത്തിൽ കയറുന്നത് ആ വിമാനത്തിലുള്ള ലേഡികളെ കാണാൻ വേണ്ടിയിട്ടാണ് തന്നെ. നിങ്ങളെ നേതാക്കൾ സഞ്ചരിക്കലില്ലേ വിമാനത്തിൽ? മുട്ടിപ്പടി തങ്ങളൊക്കെ യാത്ര ചെയ്യലില്ലേ? പറയൂ നിങ്ങൾ. എയർ ഹോസ്റ്റസിന്റെ അവിടെയും ഇവിടെയും ദർശിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം യാത്ര ചെയ്ത്. പറയുമോ നിങ്ങൾ? ഒരു പക്ഷേ നിങ്ങളെപ്പോലെ ദുഷിച്ച ആളുകൾ അതിന് യാത്ര ചെയ്യുന്നവരുണ്ടാകാം. എത്ര മോശപ്പെട്ട സ്വഭാവങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ആദർശപരമായി നേരിടാൻ കഴിയാത്തപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെന്താ? പിന്നെ അടുത്തത് ഭാര്യയാണ്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് സുരക്ഷിതത്വമാണ് ഒന്ന്. പിന്നെ ഇസ്ലാമിൽ സ്ത്രീയുടെ ഹിജാബിൻ്റെ വിഷയം എന്താ? നിങ്ങൾ തുന്നിക്കൂട്ടിയതല്ല ഇവിടെ മസാല. നമ്മളെ ഉമ്മമാരൊക്കെ പഴയകാല ചരിത്രം നോക്കൂ നിങ്ങൾ. മുമ്പൊക്കെ പള്ളിയിലൊക്കെ വയലുണ്ടാകുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ ഉമ്മമാരൊക്കെ വരുമല്ലോ. അവർ വരും. അവരെ പിന്നെ താലപ്പാവ് ധരിച്ച തട്ടങ്ങളുണ്ടാവും. അതിനൊക്കെ കുറച്ച് നീളമുണ്ടാകും. അന്യപുരുഷന്മാരോടോ മറ്റോ സംസാരിക്കേണ്ടി വരും. ആ തട്ടെടുത്തിട്ട് ഒന്നിങ്ങനെ പിടിക്കും. അത് കഴിഞ്ഞാൽ അവർ അവരുടെ പാട്ടിന്. ഇസ്ലാമിൽ സ്ത്രീ ഒന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാം മൂടിക്കെട്ടി ലാമിനേഷൻ ചെയ്യപ്പെടണമെന്നൊരു നിയമമില്ല. ആരും പറഞ്ഞിട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കിതാബിലൊക്കെ ഉള്ളതാണത്. ഒരു വൈലത്തൂരങ്ങാടിക്ക് തന്നെ ഒരു പെണ്ണ് വരികയാണെങ്കിൽ ആണിനോട് നിയമമുണ്ട്. കുല്ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം. അന്യ സ്ത്രീകളെ നോക്കി നടക്കരുത്. അവര് അതിനെ തൊട്ട് ദർശനം ഒഴിവാക്കണം. മുഅ്മിനീങ്ങളായ പുരുഷന്മാർ. വകുല്ലിൽ മുഅ്മിനാതി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന. അന്യ പുരുഷന്മാരെ നോക്കി നടക്കാനുള്ള സ്വഭാവത്തിലേക്ക് സ്ത്രീകളും നീങ്ങരുത്. തൊട്ടടുത്തുള്ള 2 ആയത്താണ് ആണിനോടും പെണ്ണിനോടും അല്ല പറയേണ്ടത് പറഞ്ഞു. നമ്മുടെ ഈ അങ്ങാടിയിലൊക്കെ എത്രയോ സ്ത്രീകൾ പലരും വരുന്നില്ലേ? ഇങ്ങനെ മൂടിക്കെട്ടി പോകണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ഇമാമിയങ്ങൾ പറഞ്ഞതെന്താണ്? ഫൈൻ അലിംന നളിറ അജ്നബിയിൻ ലഹുന്ന വജമ അലൈഹിന്ന സിത്രു. ഒരു പുരുഷൻ തന്നെങ്ങനെ നോക്കുന്നു. ഒരു സ്ത്രീ വൈലത്തൂരങ്ങാടിക്ക് സാധനം വാങ്ങാൻ വേണ്ടി ഒന്നാണ്. വീട്ടിൽ നിന്ന് തന്നെ മുഖം കെട്ടി മറക്കണം, അങ്ങനെ നിയമമല്ല. ഇത് മുൻകാലത്തുള്ള ഗൾഫിൽ നിന്ന് ചില ഹിജാബൊക്കെ ഇറങ്ങി അതങ്ങാണ്ട് പർവ്വതീകരിച്ചു. ഉള്ളത് മതിയല്ലോ. എന്നിട്ട് അങ്ങനെ വന്ന ഒരാൾ തന്നെ വീക്ഷിക്കുന്നു. എങ്ങനെ? മോശപ്പെട്ട അവസ്ഥയിൽ ദർശനം നടത്തുന്നു എന്ന് കണ്ടാൽ. ഇപ്പോൾ ഒരു ട്രാഫിക് അവിടെ നിൽക്കുമ്പോൾ
ഒരു ഉമ്മനെ അങ്ങോട്ട് വഴി നടത്താൻ വേണ്ടി പോലീസുകാരൻ നോക്കണ നോട്ടല്ല പറഞ്ഞത്. ഒരു ദുഷിച്ച നോട്ടം ഒരു പുരുഷൻ തന്നെ കൊള്ള നോക്കുന്നു എന്ന് സ്ത്രീക്ക് ബോധ്യപ്പെട്ടാൽ അപ്പോൾ വജബ, അപ്പം മുഖം മറക്കൽ നിർബന്ധമായി. അതേ പറഞ്ഞിട്ടുള്ളൂ. അത് തിരിച്ചു അങ്ങനെ തന്നെ. ഒരു പുരുഷന് തോന്നുന്നുണ്ട് സുമുഖനായ പുരുഷനാണ്, അവൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ഏതോ ഒരു പെണ്ണ് അവനെ നോട്ടിട്ട് അവൻ മറയിടണം. വൺവല്ല രണ്ടുമാണിത്. ഇതും കിതാബിൽ പറഞ്ഞത് തന്നെയല്ലേ. ഇനി അമ്രതീങ്ങളെ മസല എന്താ വേറല്ലേ? ആരെ മസല പഠിപ്പിക്കാൻ ഞങ്ങൾ വരുമ്പെട്ടത്? നടക്കില്ലത്. നിങ്ങൾ തട്ടിക്കൂട്ടിയ ചില വിഷയങ്ങളുണ്ട്, മസല അങ്ങോട്ട് കട്ടിക്കൂട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ചില ആളുകളൊന്നും വീടുകളിലൊന്നും സ്വന്തമായി വീട് വെച്ചിട്ടുണ്ടാവില്ല. ഏട്ടനും അനുജനും മറ്റൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കും. അവിടെയൊക്കെ ജീവിക്കുന്നവർ ഇവർ ഈ മസല കട്ടിക്കൂട്ടി അവിടെ ആ പെൺകുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റുമോ? അവിടെ കാണുമ്പോത്തിനും മുഖം കെട്ടാക്കി, ഇവിടെ കാണുമ്പോത്തിനും അങ്ങോട്ട് ചാടി. പിന്നെ അയൽവാസികൾ അടുത്തടുത്ത് ജീവിക്കുന്നിടത്തില്ല. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് മുഖം വെളിവാക്കൽ ജായിസാണ്. അവരെ അങ്ങനെ നോക്കാതിരിക്കാൻ പുരുഷൻ കണിശത പാലിക്കണം. ഇതാണ് പരിശുദ്ധമായ ദീനിന്റെ വഴി. ഒരു കാവല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കൂട്ടരെ ഗതി. ആ ശൈഖുനയുടെ ഭാര്യയുമൊത്തുള്ള യാത്രയിൽ മുഖം അങ്ങനെ, അവരൊക്കെ എപ്പോഴും മറച്ചു നടക്കുന്നവരാണ്. അതേ സമയത്ത് പല സാഹചര്യങ്ങളും ഒഴിവാക്കുന്നത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതുമാണ്. പക്ഷെ ഇവർ നോക്കൂ, നിങ്ങൾ അങ്ങാടിയിൽ പോയി അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഫോട്ടോ ഇപ്പൊ ഈ മസാല എന്താ, ഒരാളിനെ വാച്ച് ചെയ്യുന്ന ബോധ്യപ്പെട്ടാൽ നിർബന്ധമാണ്. ഞാനതിനെ ചുരുക്കി പറഞ്ഞേ, അങ്ങാടിയിൽ നവജമാഅത്തിന്റെ ഈ മുസ്ലിം ജമാഅത്തിൽപ്പെട്ട മെമ്പർമാരാരെങ്കിലും ഉണ്ടോ എന്നാ പെണ്ണുങ്ങൾ മറക്കൽ നിർബന്ധം. കാരണം ഇവരെ ദുഷിച്ച പോക്ക് അങ്ങനെയാണ്. അതാണ് ഫത്തുൽ മീനിലൊക്കെ ഈ പറഞ്ഞു വരുന്നത്. മുഖം വെളിവാക്കാതെ അന്ന് മുഖം മറച്ചിരിക്കുകയാണെങ്കിൽ ഇവർ കോപ്പി വേറെ കണ്ടോ, ശൈഖുണ്ട് ഏതോ ഒരു പെണ്ണിന്റെ കൂടെ നടക്കണ്, അതാണ് അടുത്ത കോപ്പി. അതങ്ങോട്ട് പ്രചരിപ്പിക്കും. അന്യ പെണ്ണാണെന്ന് പറഞ്ഞ് പരത്തും ഇവർ. ഒന്നും കൂടി സുഖാണല്ലോ അവർക്ക്. അള്ള കാത്തു നോക്കണങ്ങള്. മുഖം മറക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ഇവരെ കോപ്പി അങ്ങനെ ആക്കും. അയാളുണ്ട് ഏതോ ഒരു അന്യ പെണ്ണിന്റെ കൂടെ, അതുകൊണ്ടാണല്ലോ മറച്ചിട്ട് നടക്കണത്, അല്ലെങ്കിൽ വെളിവാക്കണം എന്നല്ല കിതാബിലുള്ളത്. തിരിച്ചു പറയും. എങ്ങനെയും പറയും. ഇത് കറക്റ്റാണ്. ഗ്ലോബൽ വില്ലേജാണ്. പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഈ വീട്ടിലെ പ്രസവം പറഞ്ഞതുപോലെ നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്ന കുറേ കെട്ട് മസാലകളും ദീനിനെ മോശമാക്കുന്ന, ഈ പ്രസവത്തിന്റെ കേസ് പറഞ്ഞതുപോലെ 4 മാസത്തിന്റെ കൗലുണ്ട്, അതുകൊണ്ട് 9-ാം മാസത്തിൽ പൊട്ടുമെന്ന് ഭയം വേണ്ട എന്നൊക്കെ ഹക്കീം അസരി ഫത്വ കൊടുത്തതുപോലെ ദീനിനെ ദുഷിപ്പിക്കുന്ന നിങ്ങളുടെ ഈ പ്രവണത അതിവിടെ അവസാനിപ്പിക്കാൻ മുജദ്ദിദുമാരായി മുഹീദ്ദീന്മാരായി കാലഘട്ടത്തിന്റെ ആളുകൾ ഉണ്ടാകും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തുഹ്ഫി മോനിൻ നിഹായിന്റെ കളി ഞങ്ങളോട് വേണ്ട. അതൊക്കെ നിങ്ങൾ പഠിച്ചതിനേക്കാൾ ഉഷാറായി ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. നന്നായി നിങ്ങളത് പഠിപ്പിക്കുകയും ചെയ്യും. അതിലാരും ആദ്യമേ കയറി വരാൻ മനസ്സിലാക്കണ്ട. അപ്പൊ സൂക്കിന് പോകും, എവിടെയും പോകും, അവർ ഭക്ഷണം കഴിക്കും, കളറുകൾ ധരിക്കും. ഇതൊക്കെയും ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വേറെ ആൾ പറഞ്ഞ് മുടിന്റെ നീളമുണ്ട്. കണ്ടാ കേരളത്തിലെ ഇവരെ മസാല എന്താ, ഇവിടെ പഠിപ്പിക്കുക ഒക്കെ മുട്ട മസാലയാണ്. എന്നാ പറഞ്ഞാൽ ഈ കുട്ടികൾ മനസ്സിലാക്കാൻ റസൂൽ മുട്ടടിച്ച് ഇങ്ങനെ നടക്കലായിരുന്നു. അങ്ങനല്ലല്ലോ. മുട്ടയടിക്കുന്നവർ മുട്ടയടിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. മുടി വളർത്തുന്നവർക്ക് വളർത്താം. അത് കുറച്ച് പ്രയാസമുള്ള സംഭവമാണ്. വളർത്തുമ്പോൾ അത് ശ്രദ്ധിച്ച് വളർത്തണം. മുടിയാണ് നീട്ടിയാൽ പോരാ. അതേ സമയത്ത് മുടി മനോഹരമായി നീട്ടിയവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി. തല മറച്ച റസൂലുണ്ട്, തല മറക്കാതെ നടന്ന റസൂലുണ്ട്. ഇത് രണ്ടും ഉൾക്കൊള്ളണം. അതല്ലേ ബീവി ഉമ്മു ഐമൻ എന്നവർ പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹിനെ മക്കയിൽ വന്ന സമയം കണ്ടു. ഉംറന്റെ സമയമല്ല, അല്ലാത്ത വേളയിൽ തന്നെ കണ്ടു. റസൂലുള്ളാഹിന്റെ തലയിൽ 4 വഫായിർ, തലമുടിയുടെ നീളം കൊണ്ട് ആ മുടി മെടഞ്ഞിട്ട് 4 മുടിക്കെട്ടുകൾ റസൂലുള്ളാഹിന്റെ തലയിൽ ഉണ്ടായിരുന്നു. ബീവി ഉമ്മി ഐമൻ റളിയല്ലാഹു അൻഹാ. ഇവരെന്താ പറയാ, റൗഡിയാണേലോ, റസൂലാണേലോ, റഹ്മത്തുല്ലിൽ ആലമീനാണേലോ, ആളെ തലേക്കൊന്ന് നോക്കി. ഇത് പറയില്ല നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അമ്പിയാക്കളിലും ഔലിയാക്കളിലും താത്വികമായ വിശ്വാസമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെന്തോ അളവുകോലുണ്ടാക്കി അതിൽ ജീവിക്കുന്നവരല്ല മഹാന്മാർ. ശൈഖുനായുടെയൊക്കെ
ഒരു ഹിമ്മത്തും, അതല്ലേ സുദുക്ക്. ഞാൻ അവസാനിപ്പിക്കുന്നു. ചോദിച്ചില്ലേ, നോക്കൂ നിങ്ങൾ, ശൈഖുനാക്കറിയില്ലേ ഇവരെ കുറിച്ച്? എന്നാ ഇവരെ ഭയപ്പെട്ട് ജീവിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഒക്കെ മൂടിക്കെട്ടി അങ്ങനെ തന്നെ ഇറങ്ങിയ പോരെ. നിങ്ങളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ല അല്ലാഹുവിന്റെ മഹാന്മാർ. അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശിക്കാൻ വ്യക്തമായ സിറാത്തുൽ മുസ്തഖീം അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശൈഖുനാ ഖുത്ബുൽ ആലം മടവൂര്, അവരെ വിട്ടിട്ടൊരു കളി നമുക്കില്ല. അതിനേക്കാൾ വലുതല്ല ഇവിടുത്തെ ഒരു പ്രസ്ഥാനവും നമുക്കൊരു വിജയത്തിനും മാനദണ്ഡമല്ല. നമ്മളെ കൈപിടിക്കുന്നവർ മഹാന്മാരാണ്. ഖുത്ബുൽ ആലം ശൈഖുനായുടെ ഒരു തിരുനോട്ടം, അവിടുത്തെ ഒരു ചെറിയ തിരുനോട്ടം, അതിന് പകരമല്ല ലോകത്തെ മറ്റൊന്നും തന്നെ. ഒരു സംഘടനന്റെ പിന്നാലെയും ജീവൻ പണയം വെച്ച് ഓടി നടന്ന് നമ്മൾ നാശത്തിലകപ്പെടേണ്ട. അള്ളാഹുവിന്റെ മശായിഖന്മാരെ സന്നിധിയിലേക്ക് വരിക, അവർക്ക് വഴിപ്പെടുക, അവരെ അടിമകളായി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നിരായ തൊഴിൽ സംസാരിക്കുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു.